നാരായണീയം ചെല്ലുന്നവരൊക്കെ എത്ര വലിയ ഗൗരവക്കാരാണ്, ചിരിക്കുന്നില്ലായിരുന്നു കേട്ടു. ഞങ്ങളൊക്കെ നാരായണീയം പഠിച്ച ആൾക്കാരാണ്, ഞങ്ങൾ നാരായണീയക്കാരായതുകൊണ്ട് ചിരിക്കില്ല എന്ന്. പക്ഷേ ചെന്താമരക്കണ്ണനുണ്ടോ, നമ്മളുണ്ടോ? ആത്മീയതയുടെ പ്രധാന ലക്ഷണം ഉള്ളു തുറന്ന് ചിരിക്കുക, വളരെ പ്രധാനമാണ്. ഇന്നിപ്പോൾ ചിരിക്കുന്ന ആൾക്കാരെ കാണാൻ ബുദ്ധിമുട്ട്. നാരായണീയം വായിക്കുന്ന ആൾക്കാരെ കണ്ടു ഞാൻ പേടിയാവും. എന്തൊരു ഗൗരവമെന്നറിയോ, സ്വന്തമാനന്ദാപബോധമകാലത് എന്താ പറയുക, ആരെപ്പറ്റി പറയുന്നത്, അകത്തേക്കുന്ന ആരെപ്പറ്റി പറയരുത്. ചിരിക്കൂ നിങ്ങൾ. ആ ചിരിയാണ് ഏറ്റവും നല്ല മരുന്ന്, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ നാരായണീയത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ മന്ത്രശബ്ദങ്ങൾ കണ്ടമാനം ചേർത്ത് വെച്ചിട്ടുണ്ട്. അത്രേ ആരായി ഭട്ടതിരിപ്പാട്, ആരാ ഭട്ടതിരിപ്പാട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലാണ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കറിയാം നാരായണീയ മഹാത്മ്യ ഗ്രന്ഥം ഉണ്ടെന്നുള്ളത്? എത്ര പേർക്കറിയാം? അറിയാവുന്ന കൈ നോക്കാം. പഠിച്ചോരെത്ര പേരുണ്ട്? ഞാൻ ആ നാരായണീയത്തിൻ്റെ മഹാത്മ്യത്തിൽ കൂടി പോയാൽ ഈ നാരായണീയം എങ്ങനെ പുറത്തു വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും സപ്താഹം കേട്ട് കഴിഞ്ഞാൽ ആദ്യം വരിക ശ്രീമദ് ഭാഗവതമാണ്. ഇനി അതിൽ മാറ്റം വരാണ്ട്. ഞാൻ ചോദിച്ചു, ആദ്യ രാമായണം വാൽമീകി രാമായണമാണ്. പക്ഷെ നമ്മൾ കട്ടത്തിൽ വായിക്കുന്ന ഏത് രാമായണമാണ്? പിന്നീട് വന്നതാണ്, അല്ലേ? ജ്ഞാനപ്പാനയിലും ഹരിനാമകീർത്തനായാലും പിന്നീട് വന്നതാണ്. അതുപോലെ തന്നെയാണ് ഭാഗവതത്തിന് ശേഷം വന്നതാണ്. ഭട്ടതിരിപ്പാടിന് അറിയാമായിരുന്നു തൻ്റെ വൈഭവങ്ങൾ, തൻ്റെ കഴിവിൻ്റെ പരിധി എല്ലാം തന്നെ ചേർത്തുകൊണ്ടാണ് ഭഗവാനെ ഉപാസിക്കാനായിക്കൊണ്ട് സ്തോത്രകാവ്യം എന്ന് പേരിട്ടിരിക്കുന്നതായ നാരായണീയം പുറത്തു വന്നു. അപ്പോൾ ഈ 3 അധ്യായമുള്ളതായ നാരായണീയ മഹാത്മ്യം നിങ്ങൾ പഠിക്കണം. അതാണ് ഒന്ന് പറയാനുള്ളത്. ഞാൻ അതിൻ്റെ വ്യാഖ്യാനം കുറച്ച് എഴുതണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. 3 അധ്യായമുള്ളത്. അത് 5000 വർഷങ്ങൾക്ക് മുമ്പ് അങ്കിരസ മഹർഷി രചിച്ചതാണ്. ഉറവങ്കര ഇല്ലത്തു നിന്നാണത് ലഭിച്ചത്. അതിനെ കേരള സംസ്കൃത അക്കാദമി ബ്രഹ്മസമരമൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ നാരായണനെ പഠിക്കുന്നതിന് മുമ്പ് ഈ മഹാത്മ്യത്തിൻ്റെ മഹാത്മ്യം കൂടി അറിയുന്നത് നല്ലതാണ്. അപ്പോൾ 1-ാം അധ്യായം 1-ൽ ശ്ലോകം നമുക്ക് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പറയണം എന്താ വെച്ചാൽ, നവോപി സുഹൃതം കർത്തും ശക്നോതി കലിവൈഭവാൽ തഥ കിമത്രനക്കാര്യം വക്തവ്യം കഥിതം ത്വയാ. അതായത് കലികാലത്തിൽ സുഹൃതം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അഥവാ ചെയ്യുന്നുണ്ടെങ്കിൽ പബ്ലിസിറ്റിക്കാണ് നമ്മളധികം ചെയ്യുക. നിങ്ങൾക്കറിയാം, ഡൊണേഷൻ കൊടുക്കുന്ന ആൾക്കാരൊക്കെ പേപ്പറിൽ ഫോട്ടോ നോക്കും. എവിടേക്കാണ് നോക്കണവർ? കിട്ടുന്ന ആരെയാണ് നോക്കുന്നത്? ഫോട്ടോഗ്രാഫിയാണ് നോക്കുന്നത്, അല്ലേ? അപ്പം അതുകൊണ്ട് ഒരിക്കൽ ഗണപതി ഭഗവാനോട് പറഞ്ഞു, ഞാൻ നാട്ടിൽ നിന്ന് പോയിട്ട് വരാം അമ്മയെന്ന് പറഞ്ഞു പാർവതിയോട്. പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എവിടെ പോയാലും ഒക്കെ ശിവമയമാണ്, അതുകൊണ്ട് നിനക്ക് എവിടെ പോയാലും സുഖമാണ്, പൊക്കോളാൻ പറഞ്ഞു. ഗണപതി ഭഗവാൻ അവിടുന്ന് പുറപ്പെട്ട് ആദ്യം ഒരു ക്ഷേത്രത്തിൽ വന്നു. ക്ഷേത്രത്തിൽ വന്നപ്പോൾ ഗോപുരത്തിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മാധവക്കുട്ടി വാ. അത് കഴിഞ്ഞിട്ട് കൊടിമരത്തിൽ താഴ്ത്തു നോക്കിയപ്പോൾ നാരായണനാര് വാ. അത് കഴിഞ്ഞിട്ട് പ്രദർശനത്തിൻ്റെ ഓരോ സ്റ്റെപ്പിലും ഇന്നാള വഹ ഇന്നാള വഹ. ഒന്നും ശിവൻ്റെ ഇല്ല, ഒന്നുമില്ല ശിവൻ. നിങ്ങൾ എവിടെ പോയാലും കാണാൻ പറ്റൂലേ? ഇതും ചവിട്ടിയിട്ടാണ് പ്രദർശനം. ശങ്കരകുട്ടിനായ വഹ, മാധവക്കുട്ടി വഹ, ചവിട്ടി 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 പ്രദർശനം വയ്ക്കുകയാണ് ചെയ്യാറ്. അതായത് ഒക്കെ നമ്മുടെ വകയാണ്. ആരുടെ അല്ലാതെ ഈശാവാസ്യം ഇതം സർവം എന്നുള്ളതായ തത്വം എന്നാ നമ്മൾ പഠിക്കുക. അതുകൊണ്ട് ഇവിടെ പറയണു, സുഹൃതം ചെയ്യാൻ ഇന്നകോപി സുഹൃതം. കലിവാന വൈഭവം കൊണ്ട് ആർക്കും സുഹൃത്ത്. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, ഈ ഒരു ദാനം ചെയ്യാൻ വൈശാഖ മാസം കടന്നുപോയപ്പോൾ നിങ്ങൾ എത്ര പേര് ദാനം ചെയ്തിട്ടുണ്ട്? ഒരാളും ചെയ്തിട്ടില്ല. ഒരാളെ ഉണ്ടാകുന്ന പോക്കും. അത് 10 റുപ്യ ഞാൻ 4 പ്രാവശ്യം ചുറ്റിയിട്ടാണ് കൊടുത്തത്. 10 നോട്ടിങ്ങനെ ചുറ്റും 10 പ്രാവശ്യം എന്നിട്ടാണ് കൊടുക്കുക. കണ്ടോട്ട് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ദക്ഷിണ തരുമ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് തരിക. കാരണം ഞാൻ 10 റുപ്യ തന്നതാണ്. ഈ 10 റുപ്യ കൊണ്ട് അവസാനിക്കുന്ന കേസല്ല അത്. അപ്പോൾ ദാനം, ദയ, ദമം
ഇത് മൂന്നും ശീലിക്കാതെ കണ്ട് നമുക്ക് ആത്മീയമായിട്ട് മുന്നേറാൻ ബുദ്ധിമുട്ടാണ്. ദാനം, ദയ, ദമം, ഇത് മൂന്നും പ്രധാന വിഷയങ്ങളാണ്. അതുപോലെ തന്നെയാണ് മാ വിദ്വിഷാവഹൈ, സഹനാവതു നമ്മൾ പറയാറുണ്ടല്ലോ അല്ലേ? ഒട്ടും യോജിപ്പില്ലാത്ത, ഒട്ടും ഒന്നിച്ചെന്ന് പ്രവർത്തിക്കാൻ കഴിവില്ലാത്ത, ബുദ്ധിയില്ലാത്ത, ബോധമില്ലാത്ത കൂട്ടരേതാണ്. ഏത് മതക്കാരാണ്? ഇപ്പോൾ കഴിഞ്ഞ തവണ ചിന്മയാമിഷൻ്റെ പരിപാടിക്ക് ഞാൻ പോയ സമയത്ത് അവിടെ ഒരാൾ ചോദിച്ചു, എൻ്റെ തിരുമേനി, എന്താണ് ഈ സമിതികൾ തമ്മിൽ മത്സരം? ചോദിക്കുകയാണ്. നാരായണനെ ഭജിച്ച ഗുരുവായൂരപ്പനെ ഭജിക്കുന്ന ഇവർ തമ്മിൽ എന്തിനാണ് മത്സരിക്കുന്നത്? മത്സരിക്കാറുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. ഈ ഗ്രൂപ്പ് കയറിയ മറ്റേ ഗ്രൂപ്പ് ഇറങ്ങിപ്പോകും. രണ്ട് ഗ്രൂപ്പ് ഒന്നിച്ചിരിക്കില്ല അവിടെ. ആ ഗ്രൂപ്പുകാരുടെ കൂടെ ഞങ്ങൾ കൂടില്ല, ഇവരുടെ കൂടെ ഞങ്ങൾ കൂടില്ല. എന്നിട്ട് പറയണത് എന്താ? സഹനാവപതു സഹനോ ഭുനത്തു സഹവീര്യങ്കരവായി തേജസ്വിനാവതീതമസ്തു ഡോണ്ട് ഹേറ്റ് എനിബഡി. ഇതാണല്ലോ പറഞ്ഞു വരുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനം ഞാൻ നോക്കിയത്, നമ്മുടെ ഇടയിൽ സംഘടിക്കാനോ അല്ലെങ്കിൽ ഒന്നിച്ചു ചേരാനുള്ളതായി സന്മനസ് കുറവാണ്. ഒക്കെ ഗ്രൂപ്പാണ്. ഭഗവാനും ഒക്കെ ഗ്രൂപ്പാണ്. ബ്ലഡ് ഗ്രൂപ്പ് വേറെയാണ്. ഭഗവാൻ തന്നെ ഉണ്ടാക്കി വെച്ച ഗ്രൂപ്പെന്ന് തോന്നുന്നു ചിലപ്പോൾ കേട്ട് കഴിഞ്ഞാൽ അല്ലേ? അതുകൊണ്ട് കലികാലത്തിൽ 25 തൊട്ട് 29 ശ്ലോകം വരെ എന്താണെന്ന് പറയുന്നത് നോക്കാം. അസ്ഥി ഭാഗവതം നാമ പുരാണം ഗുരുണാകൃതം വിശ്രേയസകരം സന്ത കലോ കലുഷചേതസം. ഭാഗവതം എഴുതി വ്യാസ ഭഗവാൻ. ശരിയാണ്, കലിദോഷം കളയാനായിട്ട് വളരെ നന്നായിരിക്കുന്നു എന്നൊക്കെ. പക്ഷെ ഇവിടെ പറയുന്നു, ഹിന്ദുകാലേന കലോ പ്രബലതാങ്കിതേ ഭവിഷ്യന്തി ജനാ സർവ ലലന മധ്യതൽപര. ഇപ്പോഴത്തെ ആൾക്കാർ സ്വഭാവം എന്താ? ഇത് നാരായണ ഭാഷയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കത് എന്തുകൊണ്ട് നാരായണയും പുറത്തു വന്നു സൂചിപ്പിക്കാനാണ് പറയുന്നത്. ഹിന്ദുകാലേന ഗീത, കുറച്ചു കാലം കൊണ്ട് കലോ പ്രബലതാങ്കതി, കലികാലം വർദ്ധിച്ചപ്പോൾ ഭവിഷ്യന്തി ജനാ സർവ ജനങ്ങളും ലലന മധ്യ തൽപര. ഈ സൈക്കോളജി ഏറ്റവും കൂടുതൽ പ്രയോഗിച്ചത് ഭഗവാൻ തന്നെയാണ് ഭാഗവതത്തിൽ. പാലാഴി പതനത്തിലെ ഈ WNW എന്നുള്ളതായ കൺസെപ്റ്റ് എന്താണ്? WNW, വിമൻ ആൻഡ് വൈൻ, മദ്യം മദിരാക്ഷി. ഈ സൈക്കോളജി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ആ പലാഴി വ്രതം നടക്കുന്ന സമയത്ത് ആദ്യം വായുവിൽ നിന്നുള്ള മദ്യം കുടിപ്പിച്ചു ആരെ? അസുരന്മാരെ കൂടി. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ശ്ലോകം. അത് കഴിഞ്ഞിട്ട് അവരെ മയക്കാൻ വേണ്ടി മോഹിനി വേഷവും കിട്ടി. എന്താ പറഞ്ഞു തരുന്നത്? ആസുരിക ഭാവമുള്ള ആൾക്കാരെ മയക്കാൻ 2 വഴികളും അന്നും അതെ ഇന്നും അതെ. അത് ഭാഗവതത്തിന് ആനുകാലിക പ്രസക്തിയുണ്ട്. ഇന്നും ഒരു കാര്യം നടക്കണമെങ്കിൽ, അസുരന്മാരുടെയൊക്കെ കാര്യം നടക്കണമെങ്കിൽ എന്ത് വേണം? ഇത് രണ്ടും ഉണ്ടെങ്കിൽ നടക്കുള്ളൂ. കാവടി ആടാനായാലും കൊള്ളാം, ഇനിയിപ്പോൾ കാളവേലയ്ക്ക് പോകണമെങ്കിലായാലും കൊള്ളാം, ഏത് വേലയ്ക്ക് തുള്ളാനായാലും കൊള്ളാം, എന്ത് വേണം അല്ലേ? അപ്പോൾ ആ സൈക്കോളജി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ 26ാമത്തെ വിഷയത്തിൽ പറഞ്ഞു, എന്താണ് നമ്മുടെ സ്വഭാവം കൈകാലത്ത്? പരാപകാര നിരത, മറ്റുള്ളവരെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാമെന്നൊക്കെ. പരതാരാപകാരിണ, അന്യസ്ത്രീകളെ അവിടെ ശ്രദ്ധിക്കുക. വിമുക്ത സ്വകുലാചാരങ്ങളെ വിടുക. സനാതനധർമ്മത്തിനെ അവഹേളിച്ചുകൊണ്ടും അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുകൊണ്ടു പോകും. ഇരിക്കുന്ന ഇത്രയും കൂട്ടരിൽ എത്ര ചെറുപ്പക്കാരെന്ന് അന്വേഷിച്ചു നോക്കും. ഏതാണ്ടൊക്കെ 60, 70 എക്സ്പയറി ഡേറ്റ് എത്തിയ ആൾക്കാരാണ് ഇരിക്കുന്നവരൊക്കെ. ചെറുപ്പക്കാരെ കിട്ടില്ല. ചെറുപ്പക്കാരെ വിളിച്ചാൽ പറയാം, അമ്മ പൊക്കോള് വേണമെങ്കിൽ ഞങ്ങളെ വിളിക്കേണ്ട, ഞങ്ങൾക്ക് ആ സമയമൊന്നും ആയിട്ടില്ല എന്നാണ്. ഞങ്ങൾ കുത്തിക്കൊണ്ടിരുന്നോളാന്നാണ് അവിടെ. ഒറ്റ ചെറുപ്പക്കാരെ ഇത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ അട്രാക്ട് ചെയ്യേണ്ടത് ആരെയിരിക്കണം? ഇതിപ്പോൾ എന്താ, ഞാൻ കഴിഞ്ഞ ഇവിടെ പറഞ്ഞ പോലെ തന്നെ റിട്ടയർമെൻറ്റുമായി ഇഷ്ടംപോലെ പൈസയുണ്ട്, വരുമാനമുണ്ട്, പിന്നെ ആവാലോ എന്ത് നാരായണിയോ ഭാഗവതവും. അപ്പോൾ ആ ഫ്രണ്ട് റോൾ ഇരിക്കുകയൊക്കെ ചെയ്യാം അല്ലേ? പലപ്പോഴും സപ്താഹത്തിൽ ഫ്രണ്ട് റോളിലേക്ക് 2000 രൂപ കൊടുക്കണം. ഞാൻ എവിടെയൊന്നും പറയുന്നില്ല. അപ്പോൾ എന്ത് വന്നു? നമ്മുടെ ലൗകിക ജീവിതം കംഫർട്ടബിൾ ആയപ്പോഴാണ് ആരെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയത്? നാരായണനെ പറ്റി. അതാണ് മിക്കവാറും റിട്ടയർഡ് ടീച്ചേഴ്സൊക്കെ വരുന്നത് നാരായണത്തിലേക്കാണ്.
ഞാൻ ടീച്ചറായിരുന്നു, റിട്ടയറായതാണ്. അപ്പം എന്താ നിങ്ങൾ വരാൻ കാരണം? ഇതുവരെ പഠിപ്പിച്ചതൊന്നും നന്നല്ല എന്ന് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് വന്നത്. ഇതുവരെ പഠിച്ചതൊന്നും ശരിയല്ല. കുറെ മാത്സ് പഠിപ്പിച്ചു, കുറെ സയൻസ് പഠിപ്പിച്ചു, വേണ്ടതൊന്നും പഠിപ്പിച്ചില്ല. അതുകൊണ്ടാണ് യങ്സ്റ്റേഴ്സിലേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിക്കണം കുറച്ച്. ഇപ്പം നമ്മൾ തന്നെ ബാലപ്രബോധത്തിൽ വരുമ്പോൾ കുട്ടികളെ കൊണ്ടാണ് ഹനുമാൻ ചാലീസ, കൃഷ്ണാവതാരമൊക്കെ ചോദിക്കുന്നത്. നമ്മൾ ഉദ്ധരിക്കേണ്ടത് നമ്മളെയല്ല, മറ്റുള്ളവർ ഉദ്ധരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും ഉദ്ധരിക്കപ്പെടും. അപ്പോൾ വിമുക്ത സുകുലാചാര നാസ്തിക പണ്ഡിത ബ്രുവ. ഈശ്വരനുണ്ടോ ഇല്ലയോ എന്ന് പോലും സംശയം നിൽക്കുന്ന സമയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതുമാത്രമല്ല പണ്ഡിത ബ്രുവ, പണ്ഡിതന്മാരാണ് അറിവുണ്ടെന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥ. അറിഞ്ഞവൻ പിന്നെ മിണ്ടില്ല, കണ്ടവൻ പിന്നെ മിണ്ടില്ല, നിറകുടം തുളുമ്പില്ല. നമ്മളാണെന്ന് വെച്ചാൽ 10 മിനിറ്റ് ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഇവിടെ കാക്കക്കൂട്ടത്തിൽ കല്ലിട്ട പോലെ ആയിരിക്കും സംസാരിക്കും. അതിനിടയിൽ കൂടി കയറി നാരായണൻ കേട്ട പറയും ഇയാൾക്ക് മിണ്ടാണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല എന്നാണ് അഭിപ്രായം. ഇപ്പോൾ വിമുക്ത സുകുലാചാര പണ്ഡിത ധ്രുവം അനധീതാഗമ, ആഗമങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല. ഇപ്പം രാമായണത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റെടുക്കേണ്ടി വന്ന 2 പുരാണ കഥാപാത്രങ്ങളാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും. അവരെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ അധികവും. ഈ പറഞ്ഞ വ്യക്തികൾ ആരും തന്നെ രാമായണവും പഠിച്ചിട്ടില്ല, ഭാഗവതം പഠിച്ചിട്ടില്ല, ഭഗവത്ഗീതയും പഠിച്ചിട്ടില്ല. ഇപ്പം ഞാനിപ്പോൾ തന്നെ പറയായിരുന്നു, ശിവകുമാർജിക്ക് പറയായിരുന്നു, ഇനിയുള്ള കാലം പഠിപ്പിക്കേണ്ടത് ഭഗവത്ഗീതയാണ്. കർമ്മയോഗികളാവണം ഹിന്ദുക്കൾ. ഭക്തിയോഗം കൊണ്ട് എല്ലാം നേടാൻ സാധിച്ചെന്ന് വരില്ല. കർമ്മയോഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ മാത്രമേ എന്തെങ്കിലും മാറ്റി സമൂഹത്തിൽ വരുത്താൻ. അതിന് ഏറ്റവും ഉത്തമമായ ഗ്രന്ഥം ഏതാണ്? ഗീതയാണ്. അത് പറഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അമേരിക്കയിൽ പോയി ജോലിക്ക് ജോയിൻ ചെയ്ത സമയത്ത് ആ ഇൻട്രൊഡക്ഷൻ സെഷനിൽ ചോദിച്ചു എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ അമേരിക്കൻസിന് ഗീത ഇഷ്ടമാണ്, ഫോറിൻ കൺട്രീസിലൊക്കെ ഗീത വളരെ പോപ്പുലറാണ്. ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആള് വാട്ട് അബൌട്ട് ഗീത എന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു ഷീസ് പ്രഗ്നന്റ്. ഇയാളുടെ ഭാര്യയുടെ പേര് ഗീത എന്നാണ്. ഇയാൾക്ക് ആ ഗീതയെ മാത്രമേ അറിയുള്ളൂ. അപ്പം എന്താ ചെയ്യുക? അപ്പം അതുകൊണ്ട് ഈ നാരായണീയത്തിൻ്റെ കൂടെ തന്നെ അതായത് കർത്തവ്യബോധം, കർമ്മം ചെയ്യാനുള്ളതായ ത്വര, കർമ്മയോഗത്തിനെ പറ്റി രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ നല്ലത് ഗീതയാണ്. ഭക്തിയാ ഭാഗവതം ജ്ഞേയം എന്ന് പറഞ്ഞ പോലെ ഭക്തിരേവ സതതം സ്വാധീയസി ശ്രേയസി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭക്തി ഗ്രന്ഥമാണ് നാരായണീയവും ഭാഗവതവും. ശക്തിക്ക് പറ്റിയതാണ് ദേവി മഹാത്മ്യം. ശക്തി ആർജിക്കണം. ഇപ്പോൾ വരാൻ പോകും നവരാത്രി, നല്ല ശക്തി ഉണ്ടാവുള്ളൂ നമുക്ക്. ഭക്തിയിൽ നിന്ന് ഉണ്ടാവേണ്ടത് മുക്തിയല്ല, ശക്തിയിൽ നിന്നുണ്ടാവും. ഭക്തിയിൽ നിന്ന് ഉണ്ടാവേണ്ടത് ഇരിക്കുന്നവരൊക്കെ എന്താ ചാരി കിടക്കുന്നത്? ഇത് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോയിട്ട് കുറച്ച് കിടക്കാൻ. 1.5 മണിക്കൂർ സ്റ്റേജിൽ കുത്തിപ്പിടിച്ചിരുന്നിട്ട് നടുവേദനിച്ചിട്ട് വയ്യ. പലപ്പോഴും സപ്താഹം കഴിഞ്ഞ് വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അമ്മ കിടപ്പാ, എന്തേ സപ്താഹം കഴിഞ്ഞിട്ട് ക്ഷീണം. 4 നാമം ജപിച്ചാൽ നാരായണി ജപിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഊർജ്ജം കൂടുതലേ വേണ്ടത്. ഇത് കഴിഞ്ഞ് പോയി ഒരു കിടപ്പുണ്ട് പോയിട്ട്. കാരണം ഇതിൻ്റെ അന്തരാർത്ഥത്തിലേക്ക് കിടക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. സൽക്കർമ്മ വിമുഖ. കൈകാലത്ത് ഏറ്റവും പ്രധാനമാണ് സൽക്കർമ്മം. ഇന്ന് ഒരാൾ വിളിച്ച് ചോദിച്ചേക്കണോ ഈ ആശ്രമത്തിന് വലുതും ചെയ്തു കൊടുക്കാണ്ടോ, അത് സമുദായികമായിട്ടാണോ ഹിന്ദുക്കൾക്ക് മാത്രമേ ചെയ്യുള്ളൂ എന്ന് ചോദിച്ചൊരാൾ വിളിച്ചു വന്നു കുന്നംകുളത്ത് നിന്ന്. ഞാൻ പറഞ്ഞു ആവശ്യക്കാർക്ക് എന്തെങ്കിലും കൊടുക്കും, അത് ആരാന്ന് നോക്കാറില്ല. ആവശ്യം കണ്ട് അത് ശരിയാന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കും. അല്ലാണ്ട് അതിലിപ്പോൾ നായരാണോ നമ്പൂരിയാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനോ നോക്കാൻ നമുക്ക് പറ്റില്ല. മനുഷ്യനൊന്നേ ഉള്ളൂ ഇവിടെ, മതമേതായാലും. ഈ ഒരു തത്വത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റണം. പക്ഷെ അതേസമയം നമ്മുടെ സംസ്കാരത്തിനെ സംരക്ഷിക്കേണ്ട ചുമതലയും കൂടി അതാണ് ഞങ്ങളുടെ ഭക്തിയിൽ നിന്നുണ്ടാവേണ്ടത് ശക്തിയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന സമൂഹമാണ് ഹിന്ദു സമൂഹം. അറിഞ്ഞുകൊള്ളൂ. ഈ നിലയ്ക്ക് പോവുകയാണ് വെച്ചാൽ ഹിന്ദുക്കളെ വല്ല മ്യൂസിയത്തിലും കൊണ്ട് നോക്കിയില്ല. അതാണ് അവസ്ഥ വരുന്നത്. അതിന് ഇട കൊടുക്കാതിരിക്കണമെങ്കിൽ നമ്മൾ കുറേ കൂടി ശക്തരാവണം. നമ്മളെ പ്രതിരോധിക്കാനും പ്രവർത്തിക്കാനും പ്രതികരിക്കാനും നമുക്ക് സാധിക്കണം. അതിനൊരു സന്നദ്ധ സംഘടന വേണ്ടി വെച്ചത്. അപ്പോൾ സൽക്കർമ്മയുക പാപ. ഒരു ദിവസത്തിൽ കുറഞ്ഞത് ഒരാൾ 1000 പാപെങ്കിലും ചെയ്യുന്നുണ്ട്. ഉണ്ടോ? നിങ്ങൾ നടക്കുമ്പോൾ വല്ലതിനും ചവിട്ടി കൊന്നിട്ടാണ് വന്നെങ്കിൽ
ശ്വാസം എടുക്കുമ്പോൾ പല ജന്തുക്കളെ അകത്തേക്ക് എടുത്തിട്ടുണ്ട് നിങ്ങൾ. കൈ വീശുമ്പോൾ പലരെയും കൊന്നിട്ടുണ്ട്. അങ്ങനെ കുറഞ്ഞത് 1000 പാപമെങ്കിലും ഒരു ദിവസം ചെയ്യാത്തവർ എത്ര മഹാത്മാവായാലും ശരിയാണ്. അതുകൊണ്ടാണ് 10,000 നാമെങ്കിലും ഒരു ദിവസം ജപിക്കൂ. കാരണം പാപം മാറ്റാൻ ഭഗവാൻ വരും. പറയ സർവധർമ്മൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി അഭിസു ദുരാചാരോ എന്ന് ഗീതയിൽ പറയുന്നത്. ദുരാചാരനാണെങ്കിലും എന്നെ ഭജിക്കുകയാണെങ്കിൽ ആ വ്യക്തി നന്നാവും. അപ്പം നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലത് എന്താ? എൻ്റെ ഗുരുവായൂരപ്പ എന്ന് പറയരുത്, ഞാൻ നിന്റെയാണ് ഗുരുവായൂരപ്പ എന്ന് പറയുന്നത്. നമ്മളെങ്ങനെയാണ് പറയാറ്? അവിടെ ഉണ്ട് സ്വാർത്ഥത. എൻ്റെ അമ്മ, എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ കൃഷ്ണ. അല്ല, ഞാൻ കൃഷ്ണൻ്റെയാണ്, ഞാൻ ഗുരുവായൂരപ്പൻ്റെയാണ്, എന്നെ അവിടുന്ന്. അതാണ് ഒറ്റ പ്രാർത്ഥനയുള്ളൂ ഭഗവാന്റെ അടുത്ത്, രക്ഷിക്കണേ ഗുരുവായൂരപ്പ. ഇതൊന്നും പറയാം. ഓരോ നിമിഷവും കടന്നു പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആര് മാറ്റിത്തരുന്നു? നമുക്കൊക്കെ നല്ലോണം അനുഭവങ്ങളോട് പറയുന്നതാണ്. അനുനിമിഷം കൂടെ നിന്നുകൊണ്ട് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? പാർത്ഥസാരഥി എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ പൃഥ്വിയുടെ മകൻ എന്നല്ല, പൃഥ്വിയുടെ മക്കളായിരിക്കുന്ന നമ്മുടെ സാരഥിയാണ്. അല്ലെങ്കിൽ വിജയസാരഥി എന്ന് പറയായിരുന്നല്ലോ, പറഞ്ഞില്ല. അപ്പം ആനുകാലിക പ്രസിദ്ധ കാര്യം പറയുമ്പോൾ പുരാതനം കവികുലം ഹസന്തോ മന്ദബുദ്ധിയ. ഭാഗവതം പറഞ്ഞിരിക്കുന്നത് മന്ദബുദ്ധികളാണ് കലികാലത്തിലുള്ളവരൊക്കെ. ശരിക്കും ബോധോദാർത്തിൽ കുറവാണ്. അവർ വാൽമീകിയെ കുറ്റം പറയും, വ്യാസനെയും കുറ്റം പറയും, സ്വന്തം പിതാക്കളെയും കുറ്റം പറയും, പൂർവികരെയും. അവർക്കൊന്നും ബോധമില്ല. ഞങ്ങൾക്ക് മാത്രമേ വിവരമുള്ളൂ, ബോധമുള്ളൂ എന്ന് പറയുന്ന ചെറുപ്പക്കാരൊക്കെ ഉള്ളതൊക്കെ. ഒന്നും സംസാരിക്കാൻ നിർത്തിയില്ല അവരുടെ അടുത്ത്. അമ്മയ്ക്ക് വിവരമില്ലാത്തതുകൊണ്ട് ഞാനെന്താ ചെയ്യണത്? ഞങ്ങളൊക്കെ കുറേ അഡ്വാൻസ്ഡ് വേയിൽ പോയ ആൾക്കാരാണ്. അപ്പോൾ ആയിക്കോളും, എവിടെ കൂടെ പറയാൻ പോണെന്ന് അറിയില്ല, അത് വേറെ കഥ. അപ്പം അതുകൊണ്ട് തന്നെ പുരാതനം കവികുലം അസന്തോ ശ്രുതിസ്മൃതി പുരാണാനി നിന്ദന്തോ. ഇതിനൊക്കെ അവഹേളിക്കും. അമ്മ ഇപ്പോൾ എവിടെയാണ്? മക്കളോട് ചോദിക്കുക. അമ്മയ്ക്ക് വേറെ പണിന്നില്ല തിരുമേനി. എപ്പം നോക്കിയാലും നാരായണിയും ഭാഗവതം നടക്കുന്നു, ഓരോ പണിയും. ഇതൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന കാര്യം ഞങ്ങളൊക്കെ വി ആർ എൻജോയിങ് ദ ലൈഫ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഭൗതികതയുടെ മീനിങ് സഹിക്കുക എന്നുള്ളതാണ്. ഭൗതികത ഈസിക്കൽ ടു സഹനം, ആത്മീയത ഈസിക്കൽ ടു സുഖം. അപ്പം എവിടേക്ക് തിരിയണം സുഖം കിട്ടാനായിട്ട്? ആത്മീയ തലത്തിൽ തിരിഞ്ഞാൽ മാത്രമേ സുഖബോധം സുഖം നമുക്ക് ഉണ്ടാവുള്ളൂ. ഭൗതികതയിൽ സഹനമാണ് കൂടുതൽ. സഹിച്ച് നമ്മൾ തോറ്റിരിക്കുക അല്ലേ? അപ്പോൾ ഭൗതികതയിൽ നിന്ന് പരമാനന്ദം കിട്ടുമെന്ന് വിചാരിക്കണ്ട. സഹിച്ച് കഴിച്ചുകൂടാം. ചൊറിയുമ്പോൾ മാന്താം, തലവേദന കഴിക്കുമ്പോൾ മരുന്ന് കഴിക്കാൻ ഇരിക്കുന്നവർക്കൊക്കെ അറിയാം അതൊക്കെ അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ശ്രുതിസ്മൃതി പുരാണാനി കുകർമ്മ നിരത വേണ്ടാത്തതൊക്കെ ചെയ്യും. ഏറ്റവും കൂടുതൽ നമ്മൾ പാപം ചെയ്യുന്നത് ശരീരം കൊണ്ടാണോ മനസ്സുകൊണ്ടാണോ? പറയൂ. ശരീരം കൊണ്ട് ചെയ്യാൻ വയ്യാത്ത പാപമൊക്കെ മനസ്സുകൊണ്ട് ചെയ്യും. ഈ മനസ്സുകൊണ്ട് ചെയ്യുന്ന പാപത്തിന് ദുഷ്ഫലം കൂടുതലാണ്. മനുഷ്യാണം ബന്ധനം മോക്ഷഹേതു അല്ലേ? കലിയുഗത്തിൽ തുടങ്ങുന്നത് തന്നെ എങ്ങനെയില്ലേ? ശരിക്കും മതിരി ഗുണസക്താവൻ തകർത്ത് അസക്താതു അമൃതകൃത്ത് എന്ന് പറഞ്ഞിട്ടില്ലേ ഇതില്? ഇത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്. മനസ്സാണ് പ്രശ്നം ഉണ്ടാക്കുക. അപ്പം മനസ്സുകൊണ്ടാണ് പാപങ്ങൾ ആൾക്കാർ അധികം ചെയ്യുന്നത്. രണ്ട് കൊടുത്താൽ കൊള്ളാമെന്ന് അയാൾക്ക് കൊടുക്കാൻ നിർത്തിയില്ല, മനസ്സുകൊണ്ട് കൊടുത്തു കഴിഞ്ഞു. അയാൾ നേരിയാ വരുന്നത് ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കേണ്ടത്. കാണുമ്പോൾ ചിരിക്കും. നമ്മളെ നോക്കി ചിരിക്കുന്ന 80% ആൾക്കാരും നമ്മളോട് താല്പര്യമുള്ളവരല്ല. അത് ആലോചിച്ചോളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരെയും എല്ലായിടത്തോഴും എല്ലായിടത്തേക്കും കൊണ്ടുപോകരുത്. എല്ലാവരെയും എല്ലായ്പ്പോഴും വിശ്വസിക്കരുത്. എല്ലാവരോടും എല്ലായ്പ്പോഴും എല്ലതും പറയരുത്. എല്ലാവരെയും സ്നേഹിക്കുക, സേവിക്കുക. ഈ 4 കൺസെപ്റ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ യു വിൽ നെവർ റിഗ്രറ്റ്. ശ്രീകൃഷ്ണ എക്സാമ്പിളാണ്. കുച്ചയെ കാണാൻ പോയപ്പോൾ ഏട്ടനെ കൊണ്ടുപോയില്ല. കാളിയമ്പലത്തിന് പോയപ്പോൾ ഏട്ടനെ കൊണ്ടുപോയില്ല. എന്താ കൊണ്ടുപോയത്? അങ്ങനെ നടക്കില്ല. അപ്പം എല്ലാവരെയും എല്ലായിടത്തേക്കും എല്ലായ്പ്പോഴും പിടിച്ചു വെച്ച് കൊണ്ടുപോകണ്ടാണ്. എല്ലാവരോടും കടകൂടാന്നും പറഞ്ഞിങ്ങനെ വായ തുറന്ന് പറയാൻ പോകണ്ട. പറയാവുന്നതേ എല്ലാവരെയും എല്ലായ്പ്പോഴും വിശ്വസിക്കരുത്. ഒട്ടും വിശ്വസിക്കാൻ വയ്യാത്ത ജന്തുവാണ്
അല്ലേ? ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വിശ്വാസം പട്ടിയോടാണോ കുട്ടിയോടാണോ? ആലോചിച്ചു. നടക്കാൻ പോകുമ്പോൾ കാര്യം കൊണ്ടാണ്. അതുകൊണ്ടാണ് എപ്പോഴൊക്കെ നമ്മളെ മനുഷ്യരെ അധികം വിശ്വസിക്കാൻ പോകണ്ട. അങ്ങനെ വന്നാൽ നമുക്ക് പശ്ചാത്തലിക്കേണ്ടി വരില്ല. കാരണം ഇതാണ് അതിൻ്റെ അവസ്ഥ. കാരണം മർക്കടസ് സുരാപാനം മാർഗയും വൃശ്ചികദംശം എന്ന് പറഞ്ഞ മനസ്സാണ്. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന മനസ്സാണ്. ഇന്നുള്ളതല്ല നാളെ, നാളത്തെ അല്ല മറ്റന്നാൾ, ഇങ്ങനെ. അതുകൊണ്ടാണ് മൂഡ് നോക്കി ജീവിക്കുന്നവരെ നമ്മളല്ലേ. ഇത്രയും ഗ്രന്ഥങ്ങൾ, അതായത് വേദാന്ത ഗ്രന്ഥങ്ങളും എല്ലാം അദ്വൈത സിദ്ധാന്തങ്ങളൊക്കെ പ്രകടിപ്പിച്ചിട്ടുള്ളതായ സാക്ഷാൽ ആദിശങ്കരാചാര്യ സ്വാമികൾ ഒറ്റ കാര്യം പറഞ്ഞല്ലോ, ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതി. ഇതൊന്നും നിങ്ങൾ പഠിക്കണ്ട, ഈ ഭഗവാനെ ആശ്രയിക്കൂ. ഭജൻ ഭജ ഗോവിന്ദം. ഇത്രയും മഹാത്മാവ് ഇത്രയും ചെറുതായ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ നമ്മളോട്. ഇത് കണ്ട പുസ്തകമൊക്കെ വായിക്കും. ഓഷോ പറഞ്ഞ പോലെ ബുക്ക് നോളജ് ഈസ് ബോറോഡ് നോളജ്, ഇറ്റ് ഈസ് നോട്ട് യുവർ നോളജ്. ഏത് പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അറിവും ആ പുസ്തകം എഴുതിയാണ് അറിവാണ്, നമ്മുടെ അറിവല്ല. അത് കൺവേർട്ട് ചെയ്യണം. അതിന് പുസ്തക നോളജിനെ മസ്തക നോളജായിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ ആരുടെ ആവുള്ളൂ. ഇതിങ്ങനെ സന്ദ്രാനന്ദാപ ബോധം എന്ന് പറയുമ്പോൾ ബോധവും ഇല്ല, ആനന്ദവും ഇല്ല. അങ്ങനെ വായിച്ചു പോകും അല്ലേ? എന്താ വായിച്ചത്? അപ്പം ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. ഒരു ശ്ലോകം ചൊല്ലിയാൽ മതി. എന്നോട് ഒരാൾ ചോദിച്ചു, ഞാൻ നമ്മുടെ കുറേ സമിതിയിലെ ആൾ ചോദിച്ചു, ഈ സമ്പൂർണ്ണ നാരായണീയം വായിക്കണം എന്ന് പറയുന്ന നിർബന്ധമുള്ളത് എനിക്ക് കഴിഞ്ഞു. ഞാൻ ഒരു നിർബന്ധമില്ല. ഇതിങ്ങനെ വാണപ്പെട്ട പോലെ എന്ന് പറഞ്ഞിട്ട് 9 മണിക്ക് തുടങ്ങി 1 മണിക്ക് അവസാനിച്ച് ഊണ് കഴിച്ച് വീട്ടിൽ പോയിട്ടുള്ളത്. ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ല. 1 ദശകം വായിച്ചാൽ മതി, 2 ദശകം വായിച്ചാൽ മതി. ഭംഗിയായിട്ട് വായിക്കുക. ആരെങ്കിലും കൊണ്ട് അതിൻ്റെ അർത്ഥം കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നാൽ നിങ്ങൾക്ക് ആനന്ദം ഉണ്ടാവും. അതാണ് വിശ്വാസം കൊണ്ട് ആശ്വാസം ഉണ്ടാവും, അറിവ് കൊണ്ട് ആനന്ദം ഉണ്ടാവും. ഏതാ വേണ്ടത്? അപ്പം നമുക്ക് ഇതുവരെ നാരായണീയം ചൊല്ലിയിട്ട് ഉണ്ടായത് ആനന്ദമാണ്, ആശ്വാസമാണ്? പറയൂ. ആശ്വാസമാണ്. ഇത് കുറച്ച് ആശ്വാസമായിട്ട് ഇവിടെ വന്ന് കുറച്ച് നേരം കേട്ടു വരും. ആനന്ദം അതാണ്. അറിവിൽ നിന്നും ആനന്ദം, വിശ്വാസത്തിൽ നിന്ന് ആശ്വാസം. അവ അറിയണം എന്നെങ്കിൽ ശ്രമം ചെയ്യേണ്ടി വരും. അപ്പോൾ കുകർമ്മനിരതാ സന്തോ. മുഴുവൊന്നും പറയാൻ നിങ്ങൾക്ക് സമയമില്ല. എനിക്ക് 1 മണിക്കൂറേ തന്നിട്ടുള്ളൂ. ഈ 1 മണിക്കൂർ കൊണ്ടൊന്നും എനിക്കൊന്നും ആവാറില്ല സാധാരണ. എന്നാലും തെക്കേടില്ല. ഇത്രയൊക്കെ നടത്തി ഇതിൻ്റെ സംഘാടകർക്ക് അവരെ അഭിനന്ദിക്കുക. നന്ദി പറയാറില്ല കേട്ടോ. നന്ദി പറയേണ്ടത് ആരോടാണ്? ഏത് സംരംഭം ഏത് നടക്കുമ്പോഴും നന്ദി പറയേണ്ടത് ഈശ്വരനോടാണ്. പ്രവർത്തിക്കുന്നവരെ അഭിനന്ദിക്കുക. വെൽഡൺ. ഇതിനൊക്കെ കാരണക്കാരനാരാ? അപ്പം നന്ദി പറയേണ്ടത് ആരോടാ? അപ്പം എന്നെ ഇവിടെ എത്തിച്ചതാരാ? ഭഗവാൻ. എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് ആരാ? അല്ലേ? സ്വാമി ചിന്മയാനന്ദയോട് പറഞ്ഞ പോലെ യുവർ ഡിസ്കോഴ്സ് ഈസ് എക്സലൻറ്റ്. അപ്പോൾ സ്വാമിജി പറഞ്ഞു, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഗോസ് ടു നാരായണ, ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് ദാറ്റ്. 3-4 മണിക്കൂറാണ് ഉറങ്ങുന്നത് സ്വാമിജി. ഹൗ ഡു യു മാനേജ്? ബൈ സ്ലീപ്പിംഗ് ഓൺലി 3 to 4 hours. അപ്പോൾ സ്വാമിജി പറഞ്ഞു, ഐ ആം നോട്ട് മാനേജിങ്, നാരായണ ഈസ് മാനേജിങ്. എന്ത് വ്യക്തമായ മറുപടിയല്ലേ? നമുക്കങ്ങനെ തോന്നാറുണ്ടോ? എന്നെ കൊണ്ട് നടക്കുന്നത് ആരാണ്? ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിനെ ധന്യമാക്കുന്നത് ആരാണ്? അപ്പം നിങ്ങൾ ഇത്രയും സജ്ജനങ്ങളെ ഒന്നിച്ച് കണ്ട് 4 വാക്ക് പറയാൻ എന്നെ കൊണ്ട് സാധിച്ചത്. ശബ്ദം വരണം, വാക്കുകൾ ക്രമത്തിൽ വരണം, ഓർമ്മയുണ്ടാവണം. ഇതൊക്കെ ആര് തരുന്നതാണ്? രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? എന്ത്? പരീക്ഷിത മഹാരാജാവിന് 7 ദിവസത്തെ ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. 7-ാം ദിവസമേ ഭക്ഷണം കഴിക്കുള്ളൂ. നമുക്ക് 7 നിമിഷത്തിൻ്റെ ഗ്യാരണ്ടി ഉണ്ടോ? ആലോചിച്ചു. പരീക്ഷമാരെ 7 ദിവസം ഉണ്ടായിരുന്നു, നമുക്ക് 7 നിമിഷം പോലും ഇല്ല. എന്നിട്ടാണ് മത്സരിക്കേണ്ടതും കുറ്റം പറയേണ്ടതും വിഷമിക്കേണ്ടതും. ഇപ്പോൾ തന്നെ ചിരിയല്ലേ വരുന്നതുകൊണ്ട്. ഇപ്പം നമ്മളെയൊക്കെ നോക്കി പോകാൻ ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ വിദ്യകൾക്കുണ്ടോ ഇതിൻ്റെ സംഗതി അറിയുള്ളൂ. ഇതൊക്കെ ഈ നേരം കൊണ്ട് ഇങ്ങനെ ഞങ്ങൾ പോണ കാര്യങ്ങൾ അതൊക്കെ അല്ലേ. ഇപ്പം ഈ ഉത്സവം തന്നെ ഇത് കഴിഞ്ഞാൽ അതിൻ്റെ ക്ഷീണമായി, അതിൻ്റെ കണക്ക് നോക്കലായി. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൊല്ലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ബാക്കിയുള്ള ദിവസമൊക്കെ എന്താ? ബാക്കിയുള്ള ദിവസം എന്താണെന്ന് ഞാൻ ആലോചിച്ചോളൂ. അതാണ് ശരിക്കും പറഞ്ഞാൽ ഉപാസനയിൽ പ്രധാനമായിട്ടുള്ളത്. ഒന്ന് നിത്യസ്മരണയാണ്. സ്മരണയിലെ സാ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എന്താണത്? സ്മരണം. സാ പോയാൽ മരണം. അപ്പോൾ ജീവിതത്തിനെ ധന്യമാക്കുന്ന ഏറ്റവും നല്ല ഒന്ന് നിത്യസ്മരണം. എന്തു ചെയ്യുമ്പോഴും. ഇന്നലെയും കൂടി ഞാൻ ഗീത ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്
നമ്മളൊന്നും ശുദ്ധരല്ല, നമ്മളൊന്നും പെർഫെക്റ്റ് അല്ല, നമ്മളൊക്കെ ഇംപെർഫെക്റ്റാണ്. ബേസിക്കലി മനുഷ്യരൊക്കെ ഇംപെർഫെക്റ്റാണ്. ഈ ഇംപെർഫെക്ഷനിൽ നിന്ന് പെർഫെക്ഷനിലേക്കുള്ള യാത്രയാണ് ആത്മീയ ഉപാസന. അപ്പം ഞാൻ കേമനാണെന്നോ എനിക്കെല്ലാം അറിയാമെന്നല്ല വിചാരിക്കുന്നത്. ഗുരുവായൂരപ്പ എനിക്കിത് എന്നെ അവിടുന്ന് ഉദ്ധരിക്കണം, അവിടുന്നല്ല വേറെ ആശ്രയില്ല. അതുകൊണ്ട് എന്താണ് സാധാരണ ആൾക്കാർ ചെയ്യുക? മന്ദ നയന്തി തം കാലം ചിന്തയൈവ ദുരന്തയ. മന്ദന്മാർ ആവശ്യമില്ലാത്ത അനാവശ്യമായ ചിന്തകളെ കൊണ്ട് ജീവിതം കൊണ്ടു നടക്കും. അമന്താഹി കഥാം സാധു ശൃണ്വന്ത സജ്ജനോദിതാം. സജ്ജനങ്ങൾ നല്ല കാര്യങ്ങൾ കേട്ട് ജീവിതം ധന്യമാക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നാരായണീയം അല്ലെങ്കിൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഭംഗിയായിട്ടൊരിക്കൽ. ഭാഗവതം പഠിക്കാൻ എന്താ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ വിസ്തീർണ അർത്ഥബഹുളം, വളരെ വിസ്തരിച്ച് 18,000 ശ്ലോകങ്ങൾ ഇങ്ങനെ നിങ്ങൾ ഭാഗവത സപ്താഹത്തിൽ പോയാൽ ആ വായിക്കുന്ന സ്പീഡ് നിങ്ങൾക്കറിയാം അല്ലേ? നല്ല സ്പീഡിലാണ് പോകുന്നത്. അതിൽ പ്രഭാഷണം ചെയ്യാൻ സമയം കുറവാണ്. ശരിയാണോ? പുസ്തകമൊക്കെ വെച്ച് എല്ലാവരും നിവർത്തിരിക്കുന്നുണ്ടാവും, പറഞ്ഞു കൊണ്ട് പേജ് ഇങ്ങനെ പോയിട്ടുണ്ടാവും. പ്രഭാഷണ സമയം കുറവാണ്. അതിനെയാണ് 36 ദശകം കൊണ്ട് നവസ്കന്ധം വരെ കാര്യങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളിച്ച് പറഞ്ഞ 36 ദശകത്തിൽ 9 ദശകം നവസ്കന്ധം വരെ കഥകൾ മുഴുവൻ പറഞ്ഞു. ബാക്കിയൊക്കെ പറഞ്ഞത് 37 തൊട്ടാണ്, 38 തൊട്ടാണ് കൃഷ്ണാവതാരം 88-ാം ദശകം വരെ വർണ്ണിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് മഹാഭാരതം. ഒറ്റ ദശകത്തിൽ വരുന്നുണ്ട്, 86-ാം ദശകം. 34-40 ദശകത്തിൽ രാമായണം, ഉത്തരാമായണം അടക്കം വർണ്ണിക്കുന്നുണ്ട് അതിൽ. അപ്പോൾ അതുപോലെ 28 നരകങ്ങളും നാരായണീയത്തിലില്ല. 28 നരകങ്ങളാണ് ഭാഗവതത്തിൽ. നാരായണീയം ആത്മാർത്ഥമായിട്ട് കയ്യിലെടുത്ത ആൾ നരകത്തിൽ പോവില്ല. അതുകൊണ്ടാണ് നരകം വർണ്ണിക്കാഞ്ഞത്. അപ്പോൾ നാരായണീയം പഠിച്ചാൽ ഭാഗവതവും രാമായണവും ഭാരതവും വായിച്ച് ഫലം ഒരേ സമയത്ത് കിട്ടും. പക്ഷെ അത് അറിഞ്ഞ് ചെയ്യണമെന്ന് മാത്രം അല്ലേ. ഒരു ശ്ലോകത്തിലാണ് ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നത് നാരായണീയത്തിൽ, ഒറ്റ ശ്ലോകം. ഇപ്പോൾ ഒരു കുട്ടി സ്വപ്നത്തിൽ ഭഗവാൻ വന്നു, കുട്ടിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, എന്നെ രക്ഷിക്കണം, എനിക്ക് കുടുംബത്തിനോടും ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കടമയുണ്ട് ഭഗവാനെ, എനിക്കത് ചെയ്യാൻ സാധിക്കണം. ഭഗവാൻ ഒരു മറുപടി സ്വപ്നത്തിൽ കൊടുത്തതിരെ, നിന്റെ കടമകൾ നിശ്ചയിക്കണം നീയല്ല, ഞാനാണ്. എന്നെ എന്താക്കണം നിശ്ചയിക്കുന്നത് ഞാനല്ല. അതാണ് ഞാൻ. ഒന്നുമാകുവാൻ തോന്നല്ലേ, പിന്നെ നന്മ ചെയ്യുവാൻ തോന്നണേ. 4 വഴികളിൽ ചെന്ന് മുട്ടുമ്പോൾ നേർവഴി തെളിച്ചിടണമെന്ന് ഞാൻ എഴുതി വെച്ചത്. ഒന്നുമാകുവാൻ തോന്നല്ലേ, നന്മ ചെയ്യുവാൻ തോന്നണേ, 4 വഴികളിൽ ചെന്ന് മുട്ടുമ്പോൾ. അശ്രമഗീതം എന്നൊരു പാട്ടിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്നതാണ്. എനിക്കൊന്നും ആവാൻ പറ്റില്ല, ആരാക്കണം? ഭഗവാൻ തന്നെ. അതുകൊണ്ട് ഒന്നും വിസ്തീർണം അർത്ഥബഹുളം ഇതം ഭാഗവതം തഥാ ശ്രോതും ജന സക്ഷന്തി നിഖിലേന ആകുലാശ്രയ. ഇപ്പോഴത്തെ സാധാരണ ജനങ്ങൾക്ക് ഭാഗവതം മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ തന്നെയും അത് മുഴുവൻ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുള്ള കഴിവ് കുറവാണ്. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ പരിപാടി പറഞ്ഞത് കലികാല ഭാഗവതമായിട്ട്. അതുകൊണ്ട് നാരായണീയ സപ്താഹങ്ങൾ വർദ്ധിക്കണം, നാരായണീയ ത്രയാഗങ്ങൾ വർദ്ധിക്കണം, നാരായണീയത്തെ സംബന്ധിച്ച പ്രഭാഷണങ്ങൾ വർദ്ധിക്കണം. കാരണം ഭാഗവതത്തിൻ്റെ പാലാണെങ്കിൽ നാരായണീയം വെണ്ണയായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. പറയില്ലേ, അധ്യാത്മരാമായണം ഗംഗയാണ്, ആത്മീയരാമായണം സമുദ്രമാണ്. ഗംഗയിലെ വെള്ളം കുടിക്കാം, സമുദ്രത്തിലെ വെള്ളം. അപ്പം അതുപോലെയാണ് നാരായണീയത്തിൻ്റെ മഹത്വം ഇത്ര എന്ന് പറയാൻ പറ്റില്ല. ഭഗവാനെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത് മുഴുവൻ പറയുന്നത്. അപ്പോൾ മുനി ഭാഗവതം നാമ, ഭഗവാൻ പറയാണ്, മുനി ഭാഗവതം നാമ പുരാണം യത്വയാ കൃതം മദ്ഭക്തിജനകം പുണ്യം മത്പ്രീതികരം ഉത്തമം കലോ സത്കർമ്മഹീനാനം സർവസിദ്ധികരം നൃണാം സപ്താഹേന ശ്രുതവിധം ഭവിത ന അത്ര സംശയ. ഭാഗവതം ശ്രേഷ്ഠമാണ്, ഒക്കെ ശരിയാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇതിപ്പോൾ ഏത് യുഗ? ഏതാ യുഗം? കലിയുഗം. അത് കലിയുഗമാണോ എന്നറിയാൻ
ഒരാളോട് 10 മിനിറ്റ് സംസാരിച്ചാൽ മതി, അറിയാൻ പറ്റും ഒരു യോഗാനന്ദ. കലൗ പാപമയേ ഛാത്ര ഭൂയോ മൂർച്ഛതി വിസ്തൃതം. ഈ പാപം നിറഞ്ഞ കലികാലത്തില് ശ്രോതും നീലനേതം ശക്ഷന്തി ഹതബുദ്ധയ. ബുദ്ധി വേണ്ടവർ പ്രവർത്തിക്കാത്ത ജനങ്ങൾക്ക് ഭാഗവതം കേട്ടു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കൃഷ്ണാവതാരം തന്നെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഏകാദശം പറയാൻ സമയം കിട്ടില്ല. ഉണ്ണി വെണ്ണ കെട്ടതും പാല് കെട്ടതും ആ മഞ്ഞപ്പെട്ടിടത്ത് ഓടിയതൊക്കെ ഇതിനെ പറയുള്ളൂ. പക്ഷെ അതിലെ പ്രധാന വിഷയം ഏകാദശിയിലാണ് കിടക്കുന്നത്. അത് പറയാൻ സമയം കിട്ടിയില്ല. അപ്പം നമുക്ക് തന്നെ അറിയാം, നാരായണീയത്തിൽ പ്രധാനമായി വരുന്നത് 91 തൊട്ട് 99 വരെയാണ്. ആ 99 പറഞ്ഞു അവ്യക്തം തേ സ്വരൂപം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തുടങ്ങുന്നതോ ശ്രീകൃഷ്ണത്വപദോപാസനം അഭയതമം. വളരെ വ്യക്തമാണ് അതൊക്കെ. ശ്രീകൃഷ്ണ നാരായണീയത്തിൽ ശ്രീകൃഷ്ണനെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്ന ഒരു ശ്ലോകമാണ് ശ്രീകൃഷ്ണ ത്വത്പദോപാസനം അഭയതമം. ഭയമാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ, അല്ലേ? സൃഷ്ടിയിലെ 5 വൈകല്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. തെറ്റിദ്ധാരണ ഒരു ഭാഗത്ത്, മിഥ്യാഗ്രഹം, അസ്മിമതി ജ്ഞാനെന്ന വിചാരം, രാഗം, മമത, കോപം, ഭയം. ഈ 5 കാര്യങ്ങൾ സൃഷ്ടിയിലെ വൈകല്യങ്ങളാണ്. ബ്രഹ്മാവിന് പോലും തോന്നി വേണ്ടിയിരുന്നില്ല എന്നുള്ളത്. ഈ 5 കാര്യങ്ങൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതലുള്ളത് ശരിയായ ധാരണയാണോ തെറ്റിദ്ധാരണയാണോ? അറിയോ? ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണയാണ്. ധാരണയില്ല ആൾക്കാർക്ക്. ധാരണ ഉണ്ടെങ്കിലേ ധ്യാനിക്കാൻ പറ്റുള്ളൂ, എന്നാലേ സമാധി പോകാൻ പറ്റുള്ളൂ. ധാരണ ധ്യാന സമാധിയല്ലേ? ഇന്ന് മിക്ക ആൾക്കാരും കുടുംബത്തിലായാലും സുഹൃത്തുക്കളായാലും ഭാര്യാഭർത്തക്കന്മാരായാലും എവിടെയായാലും ഏറ്റവും കൂടുതൽ കാണുന്നത് തെറ്റിദ്ധാരണയാണ്. അസ്ഥിമതി ജ്ഞാനെന്ന വിചാരം, അറ്റാച്ച്മെന്റ്, മമതാബന്ധം, കോപം, ഭയം. ഏറ്റവും കൂടുതൽ നമ്മൾ സ്വാധീനിക്കുന്ന ഒന്നാണ് ഭയം. പിന്നെയുള്ളതാണ്, അപ്പം ഞാനൊരു ശ്ലോകം പറഞ്ഞു തരാം, നിങ്ങൾ ചൊല്ലാമോ? ഏറ്റുചൊല്ലാമോ? മമ കാമം ദൂരയ ദൂരയ മമതാപം ദൂരയ ദൂരയ മമ കോപം ദൂരയ ദൂരയ അഹംഭാവം ദൂരയ ദൂരയ കൃപയാ മാം ശോധയ ശോധയ ദയയാ മാം പാലയ പാലയ ഗോവിന്ദ വായുപുരേശ ഗോപാല മോഹന കൃഷ്ണ. ഇതൊക്കെയാണ് മമ കാമം ദൂരയ ദൂരയ മമതാപം ദൂരയ ദൂരയ മമ കോപം ദൂരയ ദൂരയ. ഇതിനൊക്കെ മുഖ്യ കാരണം അഹംഭാവം. അഹംബോധം അല്ല നമുക്കുണ്ടാവേണ്ടത്. അഹംഭാവമാണോ അഹംബോധമാണോ? ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ. കാമം, താപം, കോപം, ഭയം. ഈ 4മാണ് നമ്മളെ നല്ലോണം നിയന്ത്രിക്കുന്നുണ്ട്. മിണ്ടാൻ നോക്കില്ല. പിന്നെ ഞാനെന്താ ഭാവം, അത് വല്ലാത്തൊരവസ്ഥയാണ്. ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ കലികാലത്തിൻ്റെ. അതുകൊണ്ട് പറഞ്ഞു തതോ ഭവാനേതദേവ സംക്ഷിപ്തം തന്തുമർഹതി യുവശൈരവി സമ്പൂർണം സ്വീതൈ ഏകാഹതോ യഥ. ഒരു ദിവസം കൊണ്ട് ഭാഗവതം മുഴുവൻ വായിച്ചു തീർക്കാവുന്ന തരത്തിൽ ഭാഗവതത്തിനെ സംക്ഷിപ്തമായിട്ട് രചിക്കൂ വേദവ്യാസ എന്ന് വൈകുണ്ഠമൂർത്തിയായിരിക്കുന്ന നാരായണൻ കൽപ്പിച്ചു. അത് സഹസ്രോത്തര വൃത്യാഠ്യം 1034 ശ്ലോകം. നാനാവൃത്ത വിനാശിതം, പല വൃത്തങ്ങളാൽ ചേർത്തത്. പ്രസാദ ഗുണസമ്പന്നം, അല്ലേ? ഇവിടെ തന്നെ അധവാരിണി ഘോരതരം ഭണീനം. ആ ചരണ സമയത്ത് ഒന്ന് എഴുതിയിട്ട് നോക്കൂ, നിങ്ങൾ നിർത്താൻ ചെയ്യും. തോടകവൃത്താണ് ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ. അത് ഭഗവാൻ പ്രത്യേകം പറഞ്ഞിട്ടാണ് ആ വൃത്തം ഉപയോഗിച്ചത്. അതൊക്കെ ചരണ സമയത്ത് നമുക്ക് സ്വയം ഒരു നൃത്തഭാവം നമുക്ക് വരും. അധവാരിണി അത് 69-ാം ദശകത്തിലേക്ക് പോകും. കേശപാശതൃതപിഞ്ചികാവിദതി എന്നങ്ങനെ തുടങ്ങുന്ന സമയത്ത് ഭഗവാനെ ശരിക്കും മുമ്പിൽ കാണാം. അദ്ദേഹം പറഞ്ഞു ഈ ഒരു വേഷം മാത്രം മതി എൻ്റെ ജീവിതത്തിനെ ധന്യമാക്കാനായിട്ട്
എന്നാണ് ശ്ലോകത്തിൽ പറയുന്നത്. കണ്ടെഴുതിയത് ഭഗവത് നാരായണീയത്തിൽ പ്രത്യേകതയുണ്ട്. 25-ാം ദശകം, 55-ാം ദശകം, 69-ാം ദശകം, 100-ാം ദശകം ഇതൊക്കെ കണ്ടെഴുതിയതാണ്. ഭാവനയിൽ നിന്ന് എഴുതിയതല്ല, നേരിട്ട് കണ്ട് എഴുതിയതാണ്, അല്ലാണ്ട് വെറുതെ എഴുതിയതല്ല. അതുകൊണ്ടാണ് ഇതിനൊക്കെ പ്രാധാന്യം വരാൻ കാരണം. അതായത് എങ്ങനെയാണ് കാളിയമർദ്ദനം എഴുതേണ്ടതെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ദുരേപം കാണിച്ചു കൊടുത്തത്രേ. കാരണം കാളിയമർദ്ദനത്തിൽ നിന്നാണ് മഹാദേവൻ പോലും നൃത്തത്തിൻ്റെ ചുവടുകൾ പഠിച്ചെന്ന് പറയുന്നത്. നടരാജന് പോലും നൃത്ത സംവിധാനത്തിന് പറ്റി ഏകദേശം റോഡായത് കാളിയമർദ്ദനത്തിൽ നിന്നും രാസക്രീഡയിൽ നിന്നുമാണ്. രാസക്രീഡയിൽ ഭവനം പങ്കെടുത്തിട്ടുണ്ട് മഹാദേവൻ. അതിൻ്റെ പ്രതിഷ്ഠ വൃന്ദാവനത്തിൽ ഉണ്ട് താനും. അപ്പോൾ രാസക്രീഡയിൽ കോറിയോഗ്രാഫി ചെയ്തത് ശിവനും വിഷ്ണു കൂടിയിട്ടാണ്. വളരെ രസമാണ് അത് ചിന്തിച്ചു കഴിഞ്ഞാൽ. ഇതൊക്കെ അറിയുമ്പോഴേ അറിയുള്ളൂ ഭക്തി പ്രാധാന്യം, ഭക്തി അത്ര ഇതൊക്കെ നേരിട്ട് കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ സഹസ്രോത്ര പദ്യം മനഃപ്രഹ്ലാദനം സത്യ. അപ്പോൾ നാരായണി വഹിക്കുമ്പോൾ എങ്ങനെയിരിക്കണം നമ്മുടെ മുഖം? മോറും വീർപ്പിച്ച് കണ്ണുരുട്ടി കാണിച്ചിട്ടല്ല വേണ്ടത്, ചിരിച്ചുകൊണ്ട്. ഞാൻ പറയില്ല, എപ്പോഴും നമ്മൾ ചിരിച്ച് പഠിക്കും. ഞാൻ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ട്, കണ്ണാടി നോക്കിയിട്ട് ചിരിച്ചിട്ട് പറയുക ഐ ലവ് യു കൃഷ്ണ. എന്താ പറയുക? കണ്ട് ആപ്പയുടെ ഉപ്പയുടെ പിന്നാലെ ഐ ലവ് യു എന്ന് പറഞ്ഞ് നടന്നിട്ടൊക്കെ തെണ്ടിത്തിരിഞ്ഞ ആഘവട്ടത്തിലായിരിക്കും. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ആദ്യം കണ്ണാടി നോക്കിയിട്ട് ചിരിക്കുക. എന്താ ചിരിക്കാൻ കാരണം? ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയാരാണ്? ഏറ്റവും വലിയ വിഡ്ഢിയെ കാണണമെങ്കിൽ കണ്ണാടി നോക്കിയാൽ മതി. ആ വിഡ്ഢിയെ നോക്കി സ്വയം ചിരിക്കുക. എടോ വിഡ്ഢി, താൻ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? ആ ചിരിയായിരിക്കണം ആ ദിവസത്തിൻ്റെ തുടക്കം. മനഃപ്രഹ്ലാദനം സത്യം വളരെ പ്രധാനമാണ്. അപ്പോൾ രാവിലത്തെ മന്ത്രം എന്താണ്? ഐ ലവ് യു. പറയൂ. അത് നാണാന്ന് പറയാല്ലേ? എങ്ങനെ അങ്ങനെ പറയാ? ഞങ്ങൾ വേറെ ആളെ ലവ് ചെയ്തുകൊണ്ടിരിക്കുകയോ ഇയാളെ ഇങ്ങനെ പറയുക. അപ്പോൾ ആദ്യം പഠിക്കേണ്ടത് വെളുപ്പാകാത്ത എഴുന്നേറ്റാൽ അങ്ങനെ ഒരു 6 മാസം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ തിരിച്ചു പറയാൻ തുടങ്ങും ഐ ടു ലവ് യു. എന്താ പറയുക? ഐ ടു ലവ് യു. അത് കേൾക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊക്കെ ഈശ്വരനോട് പ്രേമമാണോ ഭയമാണോ? പറയും. ഈശ്വരനോട് പ്രേമമാണോ ഭയമാണോ? ഭയമാണ്. കുട്ടിക്കാലം തൊട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഭയപ്പെടാൻ. ജ്യോത്സ്യന്മാരാണെന്ന് വെച്ചാൽ ശരിക്കും ഭയപ്പെടുത്തും. നാഗത്തന്മാർ കോപിച്ചേക്കണം, പിതൃക്കൾ കോപിച്ചേക്കണം, പരദേവത കോപിച്ചേക്കണം, കുടുംബദേവത കോപിച്ചേക്കണം. ഭയപ്പെടുത്തി ഈശ്വരൻ കേട്ട ഭയം. പക്ഷെ ഈശ്വരൻ ഭയപ്പെടേണ്ട വസ്തുവല്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഭയപ്പെടുന്ന ഈശ്വരനെ എനിക്ക് വേണ്ട. എൻ്റെ തെറ്റുകുറ്റങ്ങളെ, എൻ്റെ കുറവുകളെ എല്ലാം കണ്ടറിഞ്ഞ് എന്നെ സംരക്ഷിക്കാൻ തക്കതായ ഒരു ഈശ്വരനാണ് എനിക്ക് വേണ്ടത്. എനിക്ക് തെറ്റുപറ്റാം, എനിക്ക് കുറവുകളുണ്ടാവാം, ഇതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നിന്നെ ഞാൻ സംരക്ഷിച്ചോളാം എന്ന് പറയുന്ന ഭഗവാനെ എനിക്ക് വേണ്ടത്. അല്ലാണ്ട് ഭയപ്പെടുത്തുന്ന ആളെ എനിക്ക് വേണ്ട. അല്ലെങ്കിൽ തന്നെ ഭയമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ മനഃപ്രഹ്ലാദനം സദ്യാസരസം കാവ്യസംഹിതം ലളിതൈ ലൗകികൈ ശബ്ദൈ കർത്തവ്യം ഭവതാഖിലം. ലൗകിക ജീവിതത്തെ പോലും സുന്ദരമാക്കുന്നതാണ് നാരായണീയം. ലൗകിക ജീവിതം പോലും ആത്മീയ ജീവിതം നന്നാവണം. ഞാൻ പറഞ്ഞു, ആത്മീയ ജീവിതത്തിൻ്റെ ബേസിലായിരിക്കണം ലൗകിക ജീവിതം കൊണ്ടുപോകണം. ബേസ് എന്തായിരിക്കണം? അതിനെന്താ വഴി? കരോമി യത് യത് സകലം പരസ്മൈ നാരായണായേതി. അതാണ് ഭാഗവധർമ്മം. കരോമി യത് യത് സകലം പരസ്മൈ. എന്തു ചെയ്യുന്നത്? വീടടിച്ച് വൃത്തിയാക്കുന്നതും പാത്രം കഴുകുന്നതും തുണി തിരുമ്പണതും ഭക്ഷണം ഉണ്ടാക്കുന്നതും ഇതൊക്കെ എന്തായിരിക്കണം? ഇതാണ് ത്വപ്രോദ്ഗാനി സഹിതമനിശം സർവതോ ഗേഹകൃത്യം എന്ന് വളരെ ഉപസ്ഥയെ പറ്റി പറയുന്നുണ്ട്. ത്വപ്രോദ്ഗാനി സഹിതമനിശം സർവതോ ഗേഹകൃത്യം. വീട്ടുജോലി മുഴുവൻ ചെയ്തിരുന്ന ഗോപസ്ത്രീകള് കൃഷ്ണാരാമ ഗോവിന്ദ എന്ന് പറഞ്ഞിട്ടാണ്. നമ്മളാണെന്ന് വെച്ചാലോ ഇതുങ്ങളെ തീറ്റി എൻ്റെ ജന്മം ഈ അടുക്കളയിൽ തന്നെ അവസാനിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് നടക്കുക. ഇതിന് പുറത്തേക്ക് വരാൻ നോക്കിയില്ല. പാത്രം കഴുകുക, ഭക്ഷണം നോക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, ഒരാൾക്ക് ദോശ, ഒരാൾക്ക് ഇഡ്ഡലി, ഒരാൾക്ക് പൊടി, ഒരാൾക്ക് സാമ്പാർ, ഒരാൾക്ക് ചട്നി, അത് ഇത് ഇവിടെ കിടന്ന് നിൽക്കുന്നത്. ഇങ്ങനെ വിചാരിച്ച് ഭക്ഷണം ഉണ്ടാക്കിയാൽ കുടുംബത്തിന് സമാധാനം ഉണ്ടാവില്ല. സന്തോഷമായിട്ട് എനിക്കൊരു ഭാഗ്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ എന്നൊക്കെ ജീവിച്ചാൽ ആ ഭക്ഷണത്തിലും
വിവിധ കലരും. ചിദാനന്ദപുരി സ്വാമികൾ പറഞ്ഞ പോലെ ഏതിലേക്കും ഈശ്വരീയരെ കടത്തിവിട്ടി കഴിഞ്ഞാൽ അതിന് സ്വഭാവം മാറും. ഏതിലേക്കും എന്നതെന്ന് ഞാൻ പറയില്ല, ഏതിലേക്കും ഈ ഈശ്വരീയെ കടത്തിവിടുക എന്നുള്ളതാണ് ആത്മീയത. അതിനെന്താ ഏറ്റവും നല്ലത്? നാമസ്മരണ ഉണ്ടാവുക. സ്വാമി ചിന്മയാനന്ദയോട് ചോദിച്ച പോലെ ഹൗ മെനി അവേഴ്സ് ഷുഡ് ഐ ഡു മൈ സാധന ഓർ നാമജപം ചോദിച്ചപ്പോൾ പറഞ്ഞു സിംപ്ലി 24 hours. എന്താ പറഞ്ഞത്? കുറഞ്ഞത് 24 മണിക്കൂറെങ്കിലും നിങ്ങൾ ഈശ്വരയുടെ, നമ്മളിവിടെ 2 മണിക്കൂർ ചെയ്തിട്ട് തന്നെ അഭിമാനിച്ച് കിടക്കുക. 2 മണിക്കൂർ നാരായണീയം വായിച്ചു, സഹസ്രനാമം ചൊല്ലി, അത് ചൊല്ലി, ബാക്കി സമയത്തൊക്കെ എന്താ ചെയ്തത് നിങ്ങൾ? 2 hours സാധന ചെയ്യുന്നതിനേക്കാൾ പ്രധാനം 22 hours നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്. സാധന ചെയ്യുന്ന സമയത്ത് നിങ്ങളല്ല, അത് കഴിഞ്ഞാൽ അമ്പലത്തിൽ കിടക്കുമ്പോഴത്തെ ഭക്തി കണ്ടു കഴിഞ്ഞാൽ ആ ഈശ്വരനെ വീട്ടിൽ കൊണ്ടുപോകും. പുറത്ത് ആരെ കണ്ടാലും ആദ്യം കണ്ട് തെറി. ഇതാണ് ഭക്തി. അപ്പം എന്ത് വേണം? സിംപിളി 24 hours എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ വേണം അർത്ഥം. എന്നിട്ട് പറഞ്ഞു, വ്യാസ, നിങ്ങൾ നിമിത്തമായി തീരാൻ പോവുകയാണ്. നിങ്ങൾ എൻ്റെ പേരിൽ അവതരിക്കും നീലാതീരത്ത് ചന്ദനക്കാവിൽ. പക്ഷേ ആദ്യ കാലഘട്ടങ്ങൾ നമ്മളൊക്കെ എപ്പോഴാണ് അറിയാൻ തുടങ്ങിയത്? തിരിച്ചു ചോദിക്കുകയാണ്. ചെറുപ്പത്തിലാണ് 35, 40, 50 ഒക്കെ ആയപ്പോഴാണ് നാരായണൻ തുടങ്ങിയത്. ഇതിനു മുമ്പ് എന്തായിരുന്നു പരിപാടി? തോന്നിവാസം കാണിച്ചിരിക്കുകയായിരുന്നു അല്ലേ? ആലോചിച്ചോളൂ നിങ്ങൾ. ഞാൻ ആരെയും കുറ്റം പറയില്ല. ഏതൊരു നിയോഗം കൊണ്ടാണ് ഞാനും എനിക്കൊന്ന് പെട്ടത്. നിങ്ങൾ വിചാരിക്കുകയായിരുന്നു സിനിമയായിട്ടും നാടകമായിട്ടും അതായിട്ടും ഇതായിട്ടും കുറേ നടന്ന ആളാണ് ഞാൻ. പല വഴിക്കും തിരിച്ചു പോയ ആളാണ് ഞാൻ. അപ്പോൾ ഒന്ന് എൻ്റെ അമ്മയുടെ അനുഗ്രഹം, എൻ്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, കൊടുക്കൽ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പറയാൻ പറ്റുന്നത്. എനിക്ക് ഇതാണ് സത്യം, ഇതാണ് ശരി. ഇത് ശരിയാണെന്ന് മനസ്സിലാക്കാൻ സമയം കൂടി എടുത്തു. കണ്ട വഴിക്കൊക്കെ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ചെറുപ്പക്കാരെ ഓരോന്ന് കാണിക്കുമ്പോൾ എനിക്ക് ശരി വരുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. അല്ലാണ്ട് ഞാൻ പറയാറില്ല പട്ടുകൊടുത്തില്ലെന്ന് അറിയാവുന്ന നമ്പൂരിയല്ല ഞാൻ. ഏതാണ്ട് എല്ലാം അറിഞ്ഞും അടുത്ത് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഏറ്റവും ശ്രേഷ്ഠമായത് ഗുരുവായൂരപ്പനെ ഭഗവാനെ ആശ്രയിക്കുന്നത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് തിരിച്ചറിയാൻ സമയം കൂടി എടുത്തു. 5 വയസ്സിന് തൊട്ട് തുടങ്ങേണ്ടതാണ് എന്ത്? പ്രഹ്ലാദൻ്റെ പോലെയും ധ്രുവൻ്റെ പോലെയൊക്കെ 5 വർഷാണി എവിടെ? പക്ഷേ ഒന്നുണ്ട്, ആ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ എന്നെ കൊണ്ട് സന്ധ്യ നേരത്ത് നിർബന്ധമായിട്ടും പഞ്ചാക്ഷരം ജപിപ്പിച്ചിരുന്നു. അപ്പോൾ എപ്പോഴും അമ്മയെ ഓർക്കുന്നത് ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു കാരണക്കാരി. ആ ഒരു ഓർമ്മ ഒരിക്കലും ഞാൻ മറന്നിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ പലരെയും കാണുമ്പോഴും ആ ഓർമ്മ വരും എനിക്ക്. ഈ അമ്മമാരെ നമുക്ക് ആവശ്യം. കുട്ടിയെ കൊണ്ട് ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്ന A+, B+ ഒന്നും വാങ്ങിച്ചിട്ട് കാര്യമില്ല. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ കൊണ്ടൊന്നും ഒരാൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈശ്വരാനുഗ്രഹം വേണം. ഇന്ന് കാണുന്ന മകൾ ആരും തന്നെ ഹൈലി ക്വാളിഫൈഡ് അല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ 1000 ശ്ലോകങ്ങളുണ്ട്. ഭട്ടതിരിപ്പാടിനോട് പറഞ്ഞു, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമൈത്യ ഭവം നൂനം മമ മായാവിമോഹിത. നമ്മളൊക്കെ ജനിച്ചപ്പോൾ തന്നെ മായപ്പെട്ടു പോയവരാണ്. ഇന്നും പെട്ടിട്ടില്ല എന്ന് പറയാൻ നിർത്തിയില്ല അല്ലേ? ഇവിടെ ഇരിക്കുമ്പോഴും തന്നെ പലപ്പോഴും ഇവിടെ ഇരിക്കുമ്പോഴത്തെ വിചാരം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടോ, ഇന്ന് ഉച്ചയ്ക്കുന്ന വൈകിട്ട് എന്താ ഉണ്ടാക്കേണ്ടത്, തുണി വാഷിംഗ് മെഷീൻ ഇട്ടാണ് വന്നേക്കുന്നത്, ചെന്നിട്ട് വേണം കഴുകാനായിട്ട്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇന്ന് ഗ്യാസ് സിലിണ്ടർ മാറ്റാൻ ആൾ വരുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് കിട്ടുമോ? ഗുരുവായൂരപ്പാ അവിടുന്ന് സിലിണ്ടർ മാറ്റി കൊടുക്കണം. നമുക്കൊരു പ്രത്യേകതയുണ്ട്. ഗുരുവായൂർ പോയാൽ വീടിനെ പറ്റി ചിന്തിക്കും, വീട്ടിൽ പോയാൽ ഗുരുവായൂർ പോയാൽ ക്യൂല് കയറണമെങ്കിൽ നമുക്ക് മൊബൈൽ എടുത്തിട്ട് വീട്ടിലേക്ക് വിളിക്കും. കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ പോകുന്ന ശേഷം പ്രശ്നമൊന്നുമില്ലല്ലോ, നിങ്ങൾ പോയപ്പോഴേ പ്രശ്നം തീർന്നു. അപ്പോൾ നമുക്ക് നിൽക്കേണ്ടത് എവിടെയാണ് നമ്മളെ അവിടെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് പറഞ്ഞു മായാവിമോഹിത വിജ്ഞോവി വിഷയീതത്ര കാലം കഞ്ചനം നിശ്ചയി. കുറേ കാലം വിഷയങ്ങളിൽ പെട്ടുകൊണ്ട് നമ്മൾ കഴിച്ചു കൂട്ടുകാരതൊക്കെ. അതാണ് സുഖം, ഇതാണ് സുഖം, മറ്റേതാ സുഖം എന്ന് പറഞ്ഞ് തെണ്ടി നടന്ന കുറേ കാലം നമ്മളൊക്കെ. പിന്നെ മനസ്സിലായി ഇതൊന്നുമല്ല, ഇതൊക്കെ ഉണ്ടായത് ദുഃഖ അനുഭവങ്ങളാണ് വാസ്തവത്തിൽ. അതുകൊണ്ടാണ് ഒരു കോട്ടി ഞാൻ കൊടുത്തത്, കഷ്ടപ്പാടും ഇഷ്ടക്കേടും സഹിക്കാൻ സാധിച്ചാൽ ജീവിതം ധന്യമാവും. എന്താ പറയുന്നത്? കഷ്ടപ്പാടും ഇഷ്ടക്കേടും സഹിക്കാൻ പഠിച്ചാൽ ജീവിതം സുഖമാണ്. ഈ രണ്ടുമാണ് നമുക്ക് ഒട്ടും പറ്റാത്തത്.
കഷ്ടപ്പാട് പറ്റില്ല, ഇഷ്ടക്കേട് പറ്റില്ല. എൻ്റെ ഇഷ്ടത്തിന് പോകണില്ല, നടക്കില്ല. അത് ഈശ്വര ഇച്ഛയ്ക്കനുസരിച്ചേ ഇവിടെ കാര്യം നടക്കുള്ളൂ. നമ്മളെങ്ങനെ തലകുത്തി മഞ്ഞിട്ടും കാര്യമില്ല. എനിക്ക് നല്ലോണം അറിയാതെ എത്രയോ അനുഭവങ്ങളിൽ കൂടി ഞാൻ പറയുന്നതാണ്. ഈശ്വര ഇച്ഛയ്ക്ക് അനുസൃതമായിട്ടേ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. എൻ്റെ കൂടെയും നിങ്ങളുടെ കൂടെയും എന്നും ഉണ്ടാകാൻ പോകുന്നത് ഒരൊറ്റ മനുഷ്യനുണ്ടാവില്ല. പ്രത്യേകിച്ച് കഷ്ടകാലത്ത് ആരും ഉണ്ടാവില്ല. ഇഷ്ടകാലത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. കഷ്ടകാലത്ത് ഇഷ്ടദൈവം മാത്രമേ കൂടെ ഉണ്ടാവുള്ളൂ. കഷ്ടകാലത്ത് ഇഷ്ടദൈവം മാത്രമേ കൂടെ ഉണ്ടാവുള്ളൂ. ഇഷ്ടകാലത്ത് ഇഷ്ടംപോലെ ആൾക്കാർ വരും. സുഖമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ ചോദിക്കുമ്പോൾ തന്നെ അവർ പ്രതീക്ഷിക്കുന്ന സുഖമില്ലാന്നവർ പറയട്ടെ എന്നാണ്. അപ്പോൾ കഷ്ടകാലത്ത് അപ്പോൾ ഈ ഒരു സമർപ്പണം ഈശ്വരനോട് നമുക്ക് ഉണ്ടാവണം. അത് പറഞ്ഞ് തഥാപി ബഹുവൻ ഗന്ധാൻ ഏറ്റവും നല്ല പണ്ഡിതനാണ്. ലോകം കണ്ടതിൽ വെച്ചിട്ട് രണ്ടാമത്തെ സംസ്കൃത പണ്ഡിതനാണ് ആര്? മേൽപുത്തൂർ. മേൽപത്തൂരാണോ മേൽപുത്തൂരാണോ? അല്ല, മേൽപുത്തൂരാണ്. അവിടെ ഇരിക്കുന്നില്ല. ഉപരിനവഗ്രാമം എന്നാണ് ഇവിടെ പറഞ്ഞിരുന്നത്. ഇല്ലതേ പറഞ്ഞിരിക്കുന്നത് ഉപരിനവഗ്രാമം. ഉപരി എന്ന് പറഞ്ഞാൽ നവൂര്. ഇപ്പോൾ മേൽപുത്തൂർ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചോളൂ. മേൽപുത്തൂരല്ല, മേൽപുത്തൂര് നാരായണ പത്രിക. അതേ സുഖത്തിന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അനാലുണ്ടെന്ന് തോന്നിക്കുന്നത് അതിലധികം സ്വയം പരിചയപ്പെടുന്നുണ്ട്. അച്ഛനും സഹോദരിയും ഗുരുക്കന്മാരെയും പരിചയപ്പെടുന്നു പറയുന്നുണ്ട്. എൻ്റെ ഇല്ലം ഉപരിനവഗ്രാമം എന്ന പേരെന്ന് പറയുന്നുണ്ട്. അത് ഓർമ്മ വെച്ചുകൊള്ളു. അതുപോലെ തതോ രോഗം പഴയപാട് വന്നതാണോ ഏറ്റെടുത്തതാണോ? ഏറ്റവും നല്ല ഭക്തി ഏതാണ്? കുചേലനെ ശ്രീകൃഷ്ണ കാണുമ്പോൾ എന്താ പറഞ്ഞു കൊടുത്തത്? ശ്രീകൃഷ്ണൻ ഗുരുഭക്തി ഇല്ലാതെ കണ്ട് വേണ്ടത് വേണ്ടപ്പോൾ തോന്നിപ്പിക്കുന്നത് ഗുരുഭക്തി. കണ്ണു പറ്റിയിട്ടില്ല, കണ്ണപകടം പറ്റി. ആ ഗുരുഭക്തി വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പഠിച്ചാലും വേണ്ട സമയത്ത് ഓർമ്മയില്ല. നമ്മുടെ പ്രശ്നം എത്ര വേദാന്തം പഠിച്ചു, അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞിട്ട് വല്ലപ്പോഴും അതിന് അനുഭവം തോന്നിയിട്ടുണ്ടോ? അപ്പോൾ ആ ഗുരുഭക്തിയുടെ പ്രധാനം അതുകൊണ്ടാണ്. തൻ്റെ ഗുരുവായിരിക്കുന്ന അശ്വത്ഥ രോഗം ഏറ്റെടുക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമില്ല. ചികിത്സ കൊണ്ടൊന്നും മാറാതായപ്പോഴാണ് ആ കർമ്മവിഭാഗദാനം എന്നുള്ളതായ വഴിക്ക് ആ ഗുരുവിൻ്റെ രോഗം ഏറ്റെടുക്കേണ്ടത്. ആ ഗുരുഭക്തി എത്ര പേർക്കുണ്ടെന്ന് ആലോചിക്കണം. ആ ഗുരുഭക്തി കൊണ്ടാണ് വേണ്ടത് വേണ്ടപ്പോൾ തോന്നിപ്പിക്കുന്നത്. ഗുരുഭക്തി ഇത്ര പഠിച്ചിട്ടും കാര്യമില്ല. സമയാസമയത്ത് അത് ഓർമ്മയിൽ വരണമെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് മാർക്ക് കുറയുന്നത് പഠിക്കാത്തതുകൊണ്ടാണ് ഓർമ്മയില്ലാത്തത്. നമുക്കും ഏറ്റവും കൂടുതൽ പ്രസിഡന്റാകുന്ന കുടുംബത്തിലെ ഓർമ്മയാണോ ഓർമ്മക്കുറവാണ്? നമുക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിലുള്ളത് ഓർമ്മയാണോ ഓർമ്മക്കുറവാണ്? കുഞ്ഞു കയറി വന്ന സമയത്ത് ചെരുപ്പ് അവിടെ ഇടുന്ന ഓർമ്മയുണ്ടാവില്ല, തപ്പുന്ന ഓർമ്മയുണ്ട്, ഞൊണ്ടി ഞൊണ്ടി പോകണ്ടാവും. ഒരു ചെരുപ്പ് ഇവിടെ കിട്ടി. നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയില്ല, ഓർമ്മ കുറവാണ്. അത് കൂടി വരുമ്പോഴാണ് പ്രശ്നമാവുന്നതല്ലേ. അതുകൊണ്ട് ആ ഗുരുഭക്തിയിൽ കൂടിയിട്ടാണ് വിവാഹദാനം ഉണ്ട്. രോഗം ഏറ്റെടുക്കുന്ന സമയത്ത് തുഞ്ചത്താശാരി പറയുന്നുണ്ട്, ഭട്ടതിരിപ്പാടെ ഇത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിനുള്ള യോഗശക്തി നിങ്ങൾ നേടണം. അതിന് ചികിത്സ കൊണ്ട് നിൽക്കില്ല. മന്ത്രം, തന്ത്രം, ഔഷധം ഞാൻ ആദ്യം പറഞ്ഞത്. അതുകൊണ്ടാണ് മന്ത്രസിദ്ധി കൊണ്ടാണ് മിക്ക രോഗങ്ങൾ പണ്ട് മാറിയിരുന്നത്. പണ്ട് കാലത്ത് മഞ്ഞപ്പിത്തായാലും കൊള്ളാം, ദൃഷ്ടിദോഷമായാലും കൊള്ളാം, ഒക്കെ ഒഴിഞ്ഞു കളയാറുണ്ടോ ഇല്ലയോ? നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഒഴിയാറില്ലേ? ഈ ഒഴിച്ചു കളയുന്ന സമ്പ്രദായം ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്വാമി നിർമ്മലാനന്ദ സിരി സ്വാമിയെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒറ്റപ്പാലത്ത് ഉണ്ടായിരുന്ന അദ്ദേഹം സമാധി. അദ്ദേഹം പറഞ്ഞു, ഈ ഒഴിഞ്ഞു കളയുടെ വിദ്യ വളരെ ശ്രേഷ്ഠമായതാണ്. ദോഷങ്ങൾ എടുത്തു കളയാൻ ഏറ്റവും ശ്രേഷ്ഠമാണ് നമ്മുടെ മുത്തശ്ശിമാരെ കുട്ടികളെ ഒഴിഞ്ഞു കളഞ്ഞതായ വിധി. അതിൽ കൂടി കുറേ ദോഷങ്ങൾ പോകും. ദൃഷ്ടിദോഷങ്ങൾ, കർമ്മദോഷങ്ങളൊക്കെ ഇല്ലാതാവും. അതാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ ഒഴിഞ്ഞു കളയുന്നത് പറയുന്നത്. അപ്പം അത് പറഞ്ഞു. അതുപോലെ അതോ രാമാനുജാഖ്യേന കേരളേഷു യശോവതാം മദ്ഭക്തോനപതിഷ്ഠത്വം മദ്വാക്യം സംസ്കരിഷ്യസി. ഈ സമയത്ത് തുഞ്ചത്താചാര്യർ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം ഓർമ്മ വരും. അങ്ങനെയാണ്
തതോ വിനാ വിളംബേന പൂതി ഗുരുമതിൽപുരേ വസതോ മേ ഘൃത സ്ഥിത്വ ഒരു കാര്യമിതം. അങ്ങനെ നിങ്ങൾ ഒരു നിയോഗം പോലെ എൻ്റെ മുമ്പിലേക്ക് വരും. ഏറ്റവും ഒരു ഇടുങ്ങിയ സ്ഥലത്താണ് ഇവിടെ ഇരുന്നിട്ടുള്ളത്. നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഗുരുവായൂർ പോയപ്പോൾ കണ്ടിട്ടുണ്ടോ ഇവിടെ ഇരുന്നിരുന്നത്? കാരണം താന്ത്രികം അല്ലെങ്കിൽ വാസ്തു വിധി പ്രകാരം വല്യമ്പലത്തിൽ നിന്ന് ജപിച്ചു കഴിഞ്ഞാൽ ആ ജപത്തിൻ്റെ പകുതി ഫലം ഗുരുവായൂരപ്പനും പകുതി ഫലം തനിക്കും കിട്ടും. ഇവിടെ നിന്ന് ജപിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ഫലം തനിക്കും കിട്ടും. അത് ആ വാസ്തുശില്പത്തിൻ്റെ വാസ്തുവിദ്യയുടെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഈ ഇടുങ്ങിയ സ്ഥലത്തിരുന്നത്. പണ്ട് കാലത്ത് നമ്പൂതിരിമാരൊക്കെ തോളത്ത് കയ്യിലിട്ട് കോണം കൊടുത്ത് അവിടെ നാം ജപിച്ചുകൊണ്ടാണ് കാണാമായിരുന്നു ഗുരുവായൂരല്ലേ. എന്തുകൊണ്ട് പട്ടയപ്പാട് ഇവിടേക്ക് മാറി? അത് വാസ്തുവിദ്യയെ പറ്റിയുള്ള ബോധമാണ്. അപ്പോൾ അവിടെ വന്നു നാരായണൻ നമ്മൾ ഓരോരുത്തരും ഇതിലേക്ക് കടന്നു വന്ന ഒരു നിയോഗം കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞ നാരായണീയത്തിലെ 26-ാം ദശകം പഠിക്കുക. പ്രത്യേകിച്ച് എന്താ 26-ാം ദശകം? ഗജേന്ദ്രമോക്ഷം. അതിലെ 2 ശ്ലോകങ്ങളാണ് പ്രധാനമായിട്ട് വരിക. ഒന്ന് മൂന്നാമത്തെയാണെന്ന് തോന്നുന്നു എനിക്ക്. ത്വദ്ഭക്താനാം കുത്ര ഉത്കർഷലഭ. ഈ ഗുരുവായൂരപ്പ അവിടുത്തെ ഒരിക്കൽ ആശ്രയിച്ച ഒരാളെ അവിടുന്ന് ഉത്കർഷത്തിലേക്ക് എത്തിക്കാതിരിക്കില്ല. എനിക്ക് നല്ല ഉറപ്പാണ്, ഒരു സത്യമാണ്. നിങ്ങൾ പിടിച്ചോളുവാരെ ഒരൊറ്റ മനുഷ്യരെ ആശ്രയിക്കരുത്. ഈശ്വരൻ ഗുരുവായൂരപ്പനെ ആശ്രയിക്കും. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. ഇത് ഓർമ്മയുണ്ടാകും. കാരണം മനുഷ്യരൊന്നും സ്ഥിരമല്ല, ഈ വസ്തുക്കളോ വ്യക്തികളോ ഒന്നും സ്ഥിരമല്ല. ഇപ്പോഴാണെന്ന് വെച്ചാൽ മരണം ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കുക. ദിവസവും കേൾക്കാവുന്നവരോടൊക്കെ ചെറുപ്പക്കാരെ മുഴുവൻ ആക്സിഡൻറ്റ് മരിച്ചു പോകണമായിട്ട് പേപ്പറിൽ കാണുന്നുണ്ട്. 26, 22, 29 പിള്ളേർ പോകണം. അതുകൊണ്ട് ഈ ഭഗവാനെ അത് പറഞ്ഞിട്ട് പിന്നെ പറയണു ശാന്ത്യർത്ഥം ഹി ശാന്തിദോസി സ്വകാലം. അതും പറയുന്നുണ്ട് ആ 5-ാമത്തെ ശ്ലോകത്തിൽ. അതായത് എന്തിനാണ് നമുക്ക് ദുഃഖം തരുന്നത്? എന്നാലേ നമുക്ക് താഴ്മയുണ്ടാകും. സുഖിയന്മാർക്ക് ഈശ്വരനെ കിട്ടില്ല അല്ലേ? ഭഗവത്ഗീതയിലെ 1-ാമത്തെ അധ്യായത്തിൻ്റെ പേരെന്താ? ഭാരതത്തിൽ 2 വിഷാദയോഗമാണ് വരുന്നത്. യുദ്ധത്തിന് മുമ്പും യുദ്ധത്തിന് പിമ്പും 2 വിഷാദയോഗം വരുന്നത്. യുദ്ധത്തിന് മുമ്പ് വരുന്ന വിഷാദയോഗമാണ് അർജുന വിഷാദയോഗം. യുദ്ധത്തിന് പിന്നീട് വരുന്ന വിഷാദയോഗമാണ് ധർമ്മപുത്ര വിഷാദയോഗം. അർജുന വിഷാദയോഗം കളഞ്ഞത് ശ്രീകൃഷ്ണനാണെങ്കിൽ ധർമ്മപുത്ര വിഷാദയോഗം കളഞ്ഞത് ഭീഷ്മപിതാമഹനാണ്. വിഷാദയോഗത്തിൽ നിന്നാണ് ഉയർച്ച ഉണ്ടാവുന്നത്. അപ്പോൾ ദുഃഖവും ദുരിതവും വരുമ്പോൾ സങ്കടപ്പെടേണ്ട, നമ്മളെ ഒന്ന് ബ്രേക്ക് ചെയ്യണതാണ്. ഒരു ബ്രേക്ക് ആവശ്യമാണ് ചിലപ്പോൾ അല്ലേ? കുറച്ച് നടുവേദന, കുറച്ച് മുട്ടുവേദന, കുറച്ച് തലവേദന, ചില ഹാർട്ട് പ്രോബ്ലമൊക്കെ വേണം. എന്നാലേ നമ്മൾ അടങ്ങി ഒതുങ്ങിയെങ്കിൽ ഇരിക്കുള്ളൂ. അല്ലെങ്കിലോ നടക്കാനൊന്നും വയ്യ, മുട്ട് നല്ല വേദനയാണ് അല്ലേ? അപ്പം അതുകൊണ്ട് ഈ വരുന്നതൊക്കെ ഇപ്പം നമുക്ക് പ്രായം കൊണ്ടിരിക്കുകയാണ്, ചില അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒക്കെ നമ്മൾ ആരോട് പറഞ്ഞാൽ മതി? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ രഹസ്യം പറയാൻ പറ്റിയത് ആരോടാണ്? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇരിക്കുന്ന ഇത്രയും പേരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഉള്ളിലുള്ളതായ എല്ലാ കാര്യങ്ങളും ആരോടെങ്കിലും നിങ്ങൾ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഭാര്യ ഭർത്താവിനോട് പറഞ്ഞിട്ടില്ല, ഭർത്താവ് ഭാര്യയോടും പറഞ്ഞിട്ടില്ല, മക്കൾ അമ്മോടും പറഞ്ഞിട്ടില്ല, അമ്മ മകളോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് മുഴുവൻ നമ്മൾ ആരോട് പറഞ്ഞിട്ടുണ്ട്? ഇതുവരെ തിരിച്ചെന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? മിണ്ടാത്ത ഉണ്ണിയാണ് ഗുരുവായൂർ, കേട്ടോണ്ടേയിരിക്കും. പക്ഷേ അതിന് ഫലം തരികയും ചെയ്യും. മിണ്ടില്ല. ഇന്ന് വരെ ഗുരുവായൂർ പോയിട്ട് ഒരാളോടും ചോദിച്ചിട്ടില്ല കഴിഞ്ഞ മാസം എന്താ വരാഞ്ഞത്, കഴിഞ്ഞ മാസം കണ്ടില്ലോ, ചോദിക്കാറില്ല. വന്നോളൂ, കണ്ടോളൂ, അനുഗ്രഹിക്കും. ഒരക്ഷരം മിണ്ടില്ല. മിണ്ടാത്ത ഈശ്വരനാണ്. പക്ഷേ എല്ലാം തരും ചെയ്യും. അതാണ് ഏറ്റവും രസമായി. അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുകയാണ്, ജീവിതത്തിനെ ധന്യമാക്കണം, നമുക്ക് സംഘടിക്കണം, നമുക്ക് കൂടുതൽ ഊർജ്ജത്തോടെ പ്രവർത്തിക്കണം, ഉത്സാഹം ഉണ്ടാവണം. ഞാൻ പറയും, ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്? അതിന് ഉദാഹരണം ഏറ്റവും കൂടുതലുള്ളത് ആ 13-ാം ദശകത്തിൽ ആ വരാഹ അവതാരത്തിൽ വരാഹം വെള്ളത്തിലേക്ക് ചാടുന്ന ശ്ലോകം വായിച്ചു കൊടുക്കും. എന്ത് ഉത്സാഹമായിട്ട് ചാടുന്നത് അറിയും? വാരൊക്കെ പൊക്കി
കണ്ണ് കുട്ടി പിടിച്ച് എല്ലാവരും നോക്കി അനുഗ്രഹിച്ച് ആ ചാടുന്ന ചാട്ടം നല്ല ഉത്സാഹം. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്താ വേണ്ടത്? ചില ആൾക്കാരെ കണ്ട് നമ്മുടെ ഉത്സാഹം കൂടി ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നത്, ഓരോന്നിനും കൊള്ളാത്ത പോലെ. അതുകൊണ്ടാണ് ഞാൻ പറയും, ഉത്സവ കമ്മിറ്റി അല്ല വേണ്ടത്. എന്ത് കമ്മിറ്റിയാണ് വേണ്ടത്? ഉത്സവ കമ്മിറ്റി 41 പേര്, പണിയെടുക്കാൻ 3 പേര്. നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഫോട്ടോ എടുക്കാൻ പറഞ്ഞ എല്ലാവരും. അപ്പോൾ ഏത് കുടുംബത്തിന് ഏത് കമ്മിറ്റിയാണ് വേണ്ടത്? ആർക്കാണ് ഏറ്റവും ഉത്സാഹം വേണ്ടത്? കുട്ടികൾക്കാണോ അച്ഛനമ്മയ്ക്കാണോ? അച്ഛനമ്മയ്ക്ക് ഉത്സാഹം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഉത്സാഹം ഉണ്ടാവുള്ളൂ. ഇതെങ്ങനെ ഒരു ഉത്സാഹവും ഇല്ലാണ്ട് ഇങ്ങനെ പറയാം ഇതിൻ്റെ അടുത്തും എന്തിനാണോ അവർക്കും അറിയില്ല എന്തിനാ ജീവിക്കണത്, മറ്റവർക്കും അറിഞ്ഞൂടെ എന്തിനാ ജീവിക്കണത്, ഇങ്ങനെ പോകണമെന്ന് മാത്രം ഒരു ദിവസം കേൾക്കാൻ വിട്ടുപോയി എന്ന് ആരൊന്നും പറയാറില്ല. എത്രയോ ആൾക്കാരുടെ ലിസ്റ്റാണ് മാതൃഭൂമിയിൽ വരുന്നത്, മനോരമയിൽ വരുന്നത്. ജനിച്ചവരുടെ ഫോട്ടോ അല്ല, 3 തരത്തിലാണ് ഫോട്ടോ വരിക അവിടെ. മരിച്ചവർക്ക് ചിരിച്ചിരിക്കുന്ന കാണാം, ഒക്കെ ചിരിച്ച പോയാണ് ഇവിടുന്ന്. കാരണം സന്തോഷം ഇവിടുന്ന് പോയത്. അപ്പോൾ മരിച്ചവരുടെ ഒക്കെ ഫോട്ടോ നമ്മുടെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ വിചാരിക്കേണ്ടത്? എൻ്റെ ഫോട്ടോ ഞാൻ കാണില്ല. ഈ NG സോമൻ എന്ന് പറഞ്ഞ സിനിമാ നടനോട് ചോദിച്ചു, ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു, എൻ്റെ മരണശേഷം പിറ്റേ ദിവസം പേപ്പർ കാണാൻ പറ്റിയാൽ മതി. അപ്പം ഇതൊക്കെ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ഇനി ഇതിൻ്റെ പരമമായ ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്താൻ പോവുകയാണ്. നാരായണീയത്തിൻ്റെ ഒന്ന്, സർവപാപഹരം പുണ്യം. കലൗ പുണ്യം കലൗ കലുഷിതാത്മനാം നിശ്രേയസകരം ചാവി ഭവിഷ്യതി ന സംശയം. ഇതാണ് ഒരു ഫലം പറഞ്ഞത്. എന്താ പറഞ്ഞിട്ടത്? സർവപാപഹരം പുണ്യം കലൗ കലുഷിതാത്മന. നമ്മുടെ മനസ്സ് മുഴുവൻ കലുഷിതമാണ്, അനേകം ചിന്തകളെ കൊണ്ട് കിടന്ന് കളിക്കണം. നിശ്രേയസകരം, ശ്രേയസ്കരല്ല നിശ്രേയസം എന്ന് വെച്ചാൽ ഏറ്റവും ഉയർന്ന മുക്തി പദവിയിലേക്ക് പോലും ഉയർത്താവുന്നതായ ഭവിഷ്യതി വന്നുവിടും. ന സംശയ അല്ലെ? കൗന്ദേയ പ്രജാനീഹി നമേ ഭക്ത പ്രണശ്യതി എന്ന് ഗീതയെ പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞിരിക്കുന്നത്? അർജുന എന്നല്ല, കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. എൻ്റെ അർജുന, ഞാൻ സത്യം ചെയ്യുന്നു, എൻ്റെ ഭക്തൻ നശിക്കില്ല. ഭക്താനാം പുത്രനുത്കർഷലാഭ. മാർക്കണ്ഡേയ മഹർഷിയുടെ തപസ് കളയാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ കുറേ ആൾക്കാർ പറഞ്ഞു, ത്വജ്ജനം നിർജയേക്ക. ഈ ഗുരുവായൂരപ്പ, അവിടുത്തെ ഭക്തന്മാരെ എവിടെയാ പരാജയപ്പെടുക? ഇതൊക്കെയല്ലേ നമ്മൾക്ക് ഉത്സാഹവും പ്രചോദനവും പ്രേരണയായിട്ട് തരുന്നത്, അല്ലേ? ഇന്നിപ്പോൾ ആധ്യാത്മിക പ്രവർത്തനങ്ങൾ കൂട്ടായ്മ കുറവാകണം, പലതിലും പ്രവർത്തിക്കാൻ ആൾക്കാരില്ല, പലതിൻ്റെയും പോരായ്മകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഓണാഘോഷം നടന്നു. ഓണാഘോഷത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് മഹാബലിയാണ്. ആഘോഷിക്കേണ്ടത് ആരെയായിരുന്നു? മാമനെ. ആഘോഷിച്ചത് ആരെയാണ്? മഹാബലി. ഈ മഹാബലി കേരളം കണ്ടിട്ടും കൂടിയില്ല, ഇവിടെ വന്നിട്ടുമില്ല. ഇതൊക്കെ രസമായ കാര്യങ്ങൾ ശാന്തപുരി സ്വാമികൾ പറയുന്നതാണ്. മാളികപ്പുറത്ത് അമ്മയെ കാമുകിയായിട്ട് വെച്ചേക്കു അയ്യപ്പൻ്റെ. മാളികപ്പുറത്ത് അമ്മ അയ്യപ്പൻ്റെ അമ്മയാണ്. ഈ അമ്മയെ കാമുകിയൊക്കെ ചിന്താഗതി ഇപ്പോൾ ഉള്ളത്. എന്നിട്ട് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ അത്രേ. ഇങ്ങനെയുള്ളതായ അനേകം തെറ്റിദ്ധാരണകൾ നമ്മുടെ ഉള്ളിൽ നിറച്ചു വെച്ചുകൊണ്ട് നമുക്ക് നമ്മളോട് തന്നെ ഒരു അവഹേളന ഭാവം ഉണ്ടാക്കുന്ന അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ, അല്ലേ? ഈ സത്യം തിരിച്ചറിയണമെങ്കിൽ ഞാൻ പറയും, രാമായണ മാസം മാത്രം പോരാ, ലക്ഷ്മണോപദേശം മാത്രം വായിക്കുക. എന്താ ലക്ഷ്മണൻ പറയുന്നത്? മത്സരബുദ്ധിയിലാണ് കേക്കു കൃഷ്ണ തുടങ്ങുന്നത്. ഈ സഹോദര, ഞാൻ പറഞ്ഞത് അപ്പോൾ എന്ത് വേണം? ഈ മത്സരബുദ്ധി ഒഴിവാക്കുക, സമത്വം ശീലിക്കുക. സമൂഹം സർവഭൂതേന ഭഗവാൻ ഭഗവാൻ പറഞ്ഞേക്കുന്നത് എല്ലാവരും ഈ സമത്വഭാവമാണ്. ഇതൊക്കെ പിന്നെ നാരായണീയം ചൊല്ലണി മുമ്പ് ഒരു പ്രധാനമായ 2 ശ്ലോകങ്ങളുണ്ട്. അതുകൂടി ഞാൻ പറയാം. അത് നാരായണീയ മഹാത്മ്യം ഇല്ലാത്തവർ വാങ്ങിച്ചോളൂ, പഠിച്ചോളൂ, സംശയം നീ ചോദിച്ചോളൂ, പറയാം. എന്താ അത്? ശ്രീകൃഷ്ണൻ ഒന്ന് ശരിക്കൊള്ളൂ കേട്ടോ. ശ്രീകൃഷ്ണ കമലാകാന്ത കരുണാവരുണാലയ വയം ത്വാം ശരണം യാമോ ഹരനോ നിഹിലാമയാൻ. സഖാ ചെയ്യുമ്പോഴും നാരായണി വായിക്കുമ്പോഴും
ത്രയാഹായിരം ഏകാഹായിരം ഇത് ചൊല്ലുകയുള്ളൂ. ശ്രീകൃഷ്ണ കമലാകാന്ത കരുണാകരുണാലയ വയം ത്വാം, ഞങ്ങളൊക്കെ ത്വാം ശരണം യാമോ ഹരണോ നിഹിത ആമയാൻ. പിന്നെ അത് ഗുരുരൂപ നമ്മൾ ചൊല്ലിക്കോളൂ. ഗുരുരൂപ മഹാഭാഗ കഥാകഥന കോപിത കർത്തവ്യം ബോധയിത്വാനോ ജീവിതം സഫലം ഗുരു. ഈ രണ്ട് ശ്ലോകങ്ങൾ നാരായണീയ സത്സംഗത്തിൽ ചെല്ലുന്നത് നല്ലതാണ്. അപ്പോൾ കഥാകഥന കോപിത, കഥ കേൾക്കല്ല വേണ്ടത്. ഞാനിവിടെ വള്ളിക്കാവിലെ 3 ദിവസത്തെ പ്രോഗ്രാമിലേക്ക് പോയപ്പോൾ അവിടുന്ന് കിട്ടിയ നിർദ്ദേശം 3 ദിവസമായിരുന്നു രാമായണവും ഭാഗവതവും നാരായണിയും കൂടി കമ്പാരിസൺ അതായിരുന്നു ചെയ്തത്. അപ്പോൾ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കഥ കേൾക്കുന്നത്. അമ്മ പറയുന്ന കഥ കേൾക്കരുത്. സ്വാമി ചിന്മയാഞ്ചി പറഞ്ഞ പോലെ പ്രഹ്ലാദൻ്റെ കഥയും ധ്രുവൻ്റെ കഥയും എല്ലാവരുടെ കഥയും കേട്ട് 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 ഒരുവിധമൊക്കെ ആയിരുന്നു. ഈ നിങ്ങളുടെ കഥ പറയും. ചിന്മയാഞ്ചി പറഞ്ഞത് നിങ്ങളുടെ കഥ പറയൂ. നിങ്ങൾ ഗുരുവായൂരപ്പനെ ആശ്രയിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ, നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ അത് വർണ്ണിച്ചിട്ട് മറ്റവരെ നിങ്ങൾ പ്രചോദിപ്പിക്കൂ. അങ്ങനെയല്ലേ വേണ്ടത്. ധ്രുവനും പോയി, പ്രഹ്ലാദനും പോയി, രാവണനും പോയി, കുംഭകർണനും പോയി, എല്ലാവരും പോയി. ബാക്കി ഇവിടെ കിടന്ന് നട്ടം തിരിയുന്നത് ആരാ? രാവണ. അപ്പോൾ നമ്മുടെ കഥയിലേക്ക് ഈശ്വരനെ കടത്തി വിടുക, നമ്മുടെ കഥയ്ക്കൊരു മാറ്റം വരുത്തുക. ഇതിനെല്ലാത്തിനും ഏറ്റവും നല്ല ഉപാധി എന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചതും എന്നെ ഈ അവസ്ഥയിലേക്ക് ആക്കി തീർത്തതും ശ്രീമൻ നാരായണീയം ആണ്. നാരായണീയ ഗുരുവായൂരപ്പ ആശ്രമം എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ആ നാരായണീയ ഗുരുവായൂരപ്പനെ എൻ്റെ ഉള്ളിൽ തോന്നിപ്പിച്ചതും ഭഗവാനാണ്. അതുകൊണ്ട് ഈ ഭഗവാനെ ഒട്ടും അവഗണിക്കരുതെന്ന് മാത്രമല്ല തികച്ചും പരിഗണിക്കണം. എന്ത് ചെയ്യുമ്പോഴും ശ്രീകൃഷ്ണാർപ്പണം എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. ആനുകാലിക പ്രസക്തി ഞാൻ പറഞ്ഞു. രോഗവിമുക്തിക്ക് പലവട്ടം അല്ലേ. ഇത് വേറെ കാര്യങ്ങൾ സൂചിപ്പിക്കാൻ പറ്റുന്നവിടെ ഈ ഭഗവാനോട് എന്തെങ്കിലും ചോദിക്കണോ ചോദിക്കാണ്ടിരിക്കണോ. പല ആചാര്യന്മാരും പറയാറുണ്ട് ഭഗവാനോടൊന്ന് ചോദിക്കേണ്ട, എല്ലാം തരൂ എന്ന് പറയാറുണ്ട്. ആ അഭിപ്രായത്തിനോട് എനിക്ക് യോജിപ്പില്ല. ഭഗവാന്റെ പ്രത്യേകത ചോദിച്ചാലേ തരുള്ളൂ, വിളിച്ചാലേ വരുള്ളൂ. ഉറപ്പിച്ച് പറയാൻ ഞാൻ ചോദിച്ചാലേ തരുള്ളൂ. എൻ്റെ കയ്യിൽ 500 രൂപ ഉണ്ടെങ്കിൽ ഒരാൾ 50 രൂപ ചോദിച്ചാൽ ഞാൻ എന്താ കൊടുക്കുക? 500 കൊടുക്കും, 50 കൊടുക്കും. പാഞ്ചാലൻ തുണിയിലേക്ക് പോണതൊക്കെ ഭഗവാൻ അറിയാമായിരുന്നു. എന്താ ഭഗവാനത് വിളിച്ചപ്പോഴാണ് പോയത്. കുചേരൻ ഡയറക്ടറിനെന്ന് അറിഞ്ഞിട്ട് കൂടി കുചേരൻ ചെന്നപ്പോഴല്ലേ കൊടുത്തത്. പട്ടരിപ്പാട് 100 ദശരഥങ്ങളിൽ എന്താ ചോദിച്ചത്? രോഗം മാറ്റൂ, ഭക്തി തരൂ, ഭക്തി തരൂ. ബ്രഹ്മാവ് പോലും ഭാഗവത്തില് സൃഷ്ടിക്കുന്നതായ വൈഭവം തരൂ പ്രാർത്ഥിച്ചില്ലേ. അതുകൊണ്ട് ചോദിക്കൂ. എൻ്റെ വടക്ക് ഭാഗത്ത് പ്ലാവ് ചക്ക ഉണ്ടാവുന്നില്ല, ഗുരുവായൂരപ്പ ചക്ക വേണം പറഞ്ഞോളൂ. തെക്ക് ഭാഗത്ത് നിന്ന് തെങ്ങുമ്പോൾ നാളികേരം ഉണ്ടാവണില്ല, നാളികേരം വേണം, തരും. തരാതിരിക്കില്ല. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ അനുഭവം തരുന്ന വസ്തുക്കളാണ്. ഇങ്ങനെ ഒരു അവസരം നിങ്ങളെ കാണാനുണ്ടോ? നമുക്ക് എന്നെ കാണുമ്പോൾ നിങ്ങളെ കാണാൻ സന്തോഷം തന്ന ഈ സംഘാടകർക്കും ഇതിലെ എല്ലാ സജ്ജനങ്ങൾക്കും എല്ലാ നാരായണീയ ഉപാസകർക്കും ഞാൻ നാരായണ ഉപാസക എന്ന് പറയുള്ളൂ. ഗുരുവായൂരപ്പൻ്റെ ഉണ്ടാവട്ടെ. നിങ്ങൾ മേൽക്കുമേൽ അവരുടെ അടുക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കും, കുടുംബത്തിലും കൊണ്ടുവരും. പിന്നെ സംഘടിക്കും. യൂണിറ്റി ഈസ് ദ ബെസ്റ്റ് തിങ് യു കൻ ഡു. മറ്റൊക്കെ ഉണ്ട്, ഹിന്ദുക്കളും യോജിക്കണം. അതുകൊണ്ടാണ് മാതൃദേവോഭവ പറയും, പിതൃദേവോഭവ, ആചാര്യദേവോഭവ, അതിദേവോഭവ, രാഷ്ട്രദേവോഭവ, സനാതനധർമ്മദേവോഭവ. ഈ രണ്ടും ചേർന്ന് രാഷ്ട്രദേവോഭവ, സനാതനധർമ്മദേവോഭവ. ഈ 6 വേണം ഇതിനെ സംരക്ഷിക്കേണ്ടത്. അന്യമതക്കാരല്ല, നമ്മൾ ചെയ്യണം. തൻ്റെതായിട്ട് പെരുമാറണം. 6-ാം ദിവസം എന്താണെന്ന് ചോദിക്കാൻ തൻ്റെടം വേണം. ഉത്സവം കഴിഞ്ഞ് ഇറങ്ങി പോവുകയല്ല വേണ്ടത്. ഇതിൻ്റെ തത്വവിചാരങ്ങളും പ്രവർത്തന ശൈലികളും എങ്ങനെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം, ചെറുപ്പക്കാരെ എനിക്ക് എങ്ങനെ കൊണ്ടുവരാം, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യാൻ സാധിക്കും, ആത്മീയത ഇന്ത്യയിലെ കണ്ട് ഒരാൾക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന തത്വം അവർക്ക് പറഞ്ഞു കൊടുക്കുക. അച്ഛനെ വന്നാലും കൊള്ളാം, അമ്മയെ വന്നാലും കൊള്ളാം, ഗുരുവായൂരപ്പനെ നിങ്ങൾ മറക്കരുത് കുട്ടികളെ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ളതായ അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഗുരുവായൂരപ്പൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. സന്തോഷം, സന്തോഷം, സന്തോഷം.
ഹരിശരണം രണ്ട് കൈ പൊക്കിയിട്ടൊന്ന് വിളിക്കാം നമുക്ക്. ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഹരിശരണം.